എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? നമസ്കാരം സാർ, കേൾക്കാം. നമസ്കാരം കേൾക്കാം. ഇന്ന് വിജയദശമിയായിട്ട് നമ്മളൊരു പുതിയ ക്ലാസ് തുടങ്ങുവാണ്. അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. സ്ഥാപനം തിരുവനന്തപുരത്ത് കരമന എന്ന സ്ഥലത്താണ് ഇതിന്റെ ഓഫീസ്. എല്ലാവരും മൈക്കൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരുന്നു. അതുപോലെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തെങ്കിലും ഇത് ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് മൈക്കൊക്കെ ഓൺ ചെയ്ത് ചോദിക്കാം. ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത് അടിസ്ഥാന ജ്യോതിഷ ക്ലാസ് 1, പിന്നീട് പ്രശ്നം, മുഹൂർത്തം, ദേവപ്രശ്നം, അതുപോലെ ഹസ്തരേഖാശാസ്ത്രം, ഡിപ്ലോമ ഇൻ വാസ്തു, പിന്നെ പെൻഡില ജ്യോതിഷം, പിന്നെ ശംഖ് ജ്യോതിഷം. ഇവയാണ് ഇന്ന് തുടങ്ങുന്ന ക്ലാസ്സുകൾ. അപ്പൊ അതിൻ്റെ എല്ലാ അധ്യാപകർ നിങ്ങളോട് സംസാരിക്കും. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ്സുകൾ ആരംഭിക്കാം. പിന്നീട് ക്ലാസ്സിന്റെ എല്ലാവരും സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. നമ്മളൊരു പ്രാർത്ഥന ഗീതം ഇവിടെ ഇടാം. അത് എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കും. മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ ജ്യോതിഷത്തിന്റെ പ്രധാന അധ്യാപകനായ മോഹൻ സാറാണ്. അദ്ദേഹം ഇവിടെ ദേവപ്രശ്നം, പ്രശ്നം, മുഹൂർത്തം എന്നീ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. മോഹൻ സാർ. ജ്യോതിഷികളായ എല്ലാവർക്കും ആദ്യം നമസ്കാരം. എൻ്റെ പേര് നമ്മുടെ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞു, മോഹനൻ എന്നാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്, ജ്യോതിഷ ഫീൽഡിൽ വന്നിട്ട് 30 വർഷത്തിന് വെളിയിലായി. എന്നാൽ ഈ ടീച്ചിങ്ങിൽ വന്നിട്ട് 6-7 വർഷം വരെ ആകുന്നു. ഇപ്പോൾ തന്നെ സ്വന്തമായിട്ടും നമ്മുടെ സ്ഥാപനത്തിലും ക്ലാസ്സുകൾ 10-25-30 ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജ്യോതിഷത്തില്, ഞാൻ തിരുവനന്തപുരത്തിനാണ് ജ്യോതിഷം ആദ്യമായിട്ട് പഠിച്ച. 2 ഗുരുനാഥന്മാര് തിരുവനന്തപുരത്തുള്ളവരാണ്, പ്രസിദ്ധരായ 2 ഗുരുനാഥന്മാര്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് പോയി പൊട്ടി ശ്രീരാമുലു തെലുങ്ക് യൂണിവേഴ്സിറ്റിന്ന്, അത് സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയാണ്, MA കഴിഞ്ഞു ജ്യോതിഷത്തിൽ. പിന്നെ തഞ്ചാവൂര് വന്നിട്ട് പൊന്നയ്യ രാമജയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ വന്ന് PhD കഴിഞ്ഞു. MA 2 വർഷമാണ്, PhD ഒരു 5 വർഷം 6 വർഷം വരെ പിടിച്ചു ഡിഗ്രി കിട്ടാൻ വേണ്ടി. ഇത് സർക്കാർ സർവീസിന്റെ ഇടയിൽ നടന്നതാണ്. സർക്കാർ ഗവൺമെന്റ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ റാങ്കിൽ നിന്ന് റിട്ടയറായി. ഇപ്പോൾ ഫുൾ ടൈം ജ്യോതിഷമാണ്. ജ്യോതിഷം പ്രാക്ടീസ് കൊണ്ട് അതോടൊപ്പം ക്ലാസ്സുമുണ്ട്. പിന്നെ നമുക്ക് ജ്യോതിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ജ്യോതിഷത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. പഴയ ഒരു രീതിയല്ല. എല്ലാവരും പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. അതിലൊരു മതപരമായ ഒരു കാര്യമൊന്നും വരുന്നില്ല. എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഹിന്ദുക്കൾക്ക് മാത്രമേ പഠിക്കാവൂ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പഠിക്കാം. കാരണം ഇത് പ്യുവർ സയൻസ് ആണ്. ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുമ്പോൾ പാർവതി ദേവി ശിവനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഭാവി പ്രവചനത്തിനെ കുറിച്ചൊരു ശാസ്ത്രം വേണമെന്നും ശിവൻ പാർവതി ദേവിക്ക് അരുളി ചെയ്തു എന്നും
അവിടെ നിന്ന് അവരുടെ ശിഷ്യഗണങ്ങൾക്ക് കിട്ടിയെന്നും അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. വിഷ്ണു കൊടുത്തതാണ്, വിഷ്ണുവിൻ്റെ പരാശര മഹർഷിക്ക് കൊടുത്തെന്നും പരാശര മഹർഷിയിൽ നിന്ന് മറ്റു പലർക്കും അത് കൈമാറിയെന്നും ഈ 18 പയോനിയേഴ്സ് ഓഫ് അസ്ട്രോളജേഴ്സ് 18 പേർക്ക് കൊടുത്തു എന്നും സങ്കല്പമുണ്ട്. എന്തായാലും ഭൂമിയിൽ ജീവജാലങ്ങളും മനുഷ്യനും ഉണ്ടായ കാലം മുതൽ ഇത് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ഇത് പ്യുവർ സയൻസ് ആണ്. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പറയുമ്പോൾ അന്ധവിശ്വാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അതൊരു പാഴ്വാക്കാണ്. അങ്ങനെയൊന്നുമല്ല. ഇതിൽ സയൻസ് എന്ന് പറയേണ്ട കാര്യം, സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കപ്പെടണം. ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിൽ കേരള യൂണിവേഴ്സിറ്റിയിലുമുണ്ട്, സംസ്കൃത യൂണിവേഴ്സിറ്റിയിലുണ്ട്, പിന്നെ വേറെ എല്ലാ ഇന്ത്യക്കകത്ത് വളരെ ഏറെ യൂണിവേഴ്സിറ്റിയിൽ PhD വരെ ഉണ്ട്. ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, BA ഉണ്ട്, MA ഉണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ PhD കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ അങ്ങനെ ഈ PhD ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുമോ? PhD എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ എങ്ങനെ PhD വാങ്ങുന്നു? അതേ നിയമം, UGC നിയമം, അതേ നിയമം, അതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും PhD വാങ്ങുന്നത്. അതേ അഡ്മിഷന്റെ പാറ്റേൺ എല്ലാ യൂണിവേഴ്സിറ്റി UGC റൂൾസ് അനുസരിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുന്നില്ല, 12 രാശികളുണ്ട്. അപ്പോൾ 12 രാശി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ രാശി ഭൂമിയിൽ 12 രാശി സങ്കല്പിക്കുന്നു. അത് എങ്ങനെയെന്ന് ചിലർ ചോദിക്കും. ഭൂമധ്യ രേഖ, സൗത്ത് പോള്, നോർത്ത് പോൾ എന്നും നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കും. ഇത് കാണാൻ പറ്റുമോ? സൗത്ത് പോൾ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോർത്ത് പോൾ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇക്വേറ്റർ ഭൂമധ്യ രേഖ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇല്ലല്ലോ. ഇത് സങ്കല്പമില്ലേ? ജിയോഗ്രഫിയിലെ സങ്കല്പമില്ലേ? അതുപോലെ ഒരു ദിവസം സൂര്യൻ ഭൂമി തന്നെത്താനെയും ചുറ്റി സൂര്യനെയും ചുറ്റുകയാണ്. അപ്പോൾ ഒരു ദിവസം ഭൂമിയുടെ എല്ലാ രാശി, ഭൂമിയെ 12 രാശിയായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. ഈ 12 രാശിയിൽ ഒരു പ്രത്യേക സമയത്ത് സൂര്യൻ ഏത് രാശിയായിട്ട് ഭൂമി ബന്ധപ്പെടുന്നു അതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. അതാണ് പ്യുവർ സയൻസ് എന്ന് പറയാൻ കാര്യം. ഭൂമിയെ 12 രാശിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് കാണാൻ പറ്റുമെന്ന് കേട്ടാൽ ഭൂമധ്യ രേഖയെ കാണാൻ പറ്റുമെങ്കിൽ ഇതും കാണാം. സൗത്ത് പോളും നോർത്ത് പോളും വരച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം സങ്കല്പം. ഗ്രീൻ വിച്ച് രേഖ എന്നും ഇതൊന്നും പറയുന്നതെല്ലാം നമ്മൾ സങ്കല്പിച്ചു വെച്ചിട്ടുള്ളത്. ഇത് ഇന്നല്ല, പണ്ട് കാലം മുതലേ ഉള്ളതാണ്. അതായത് ഭാസ്കരാചാര്യൻ 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യന്റെ ലീലാതിലകം എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമധ്യ രേഖയിൽ നിന്ന് അവന്തിക വരവുള്ള ഡിസ്റ്റൻസിനെ അളന്ന്, അവന്തിക എന്നത്തെ ഇന്നത്തെ ഉജ്ജയിനി, ഭൂമധ്യ രേഖയിൽ നിന്ന് അവന്തിക വരവുള്ള ഡിസ്റ്റൻസിനെ അളന്നിട്ട് 16 കൊണ്ട് ഗുണിച്ചാൽ ഭൂമിയുടെ പെരിമീറ്റർ കിട്ടും. അപ്പോഴന്നും ഭൂമധ്യ രേഖയെ കുറിച്ച് ഇന്ത്യക്കാർക്ക് അറിവുണ്ടായിരുന്നു. ഭൂമിയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തെ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ അസ്ട്രോണമി, വാനശാസ്ത്രം, വാനനിരീക്ഷണവും വാനശാസ്ത്രവും ഒക്കെ ഉണ്ടായത്. അതിൽ നിന്നാണ് അസ്ട്രോളജി ഉണ്ടായത്. നമ്മൾ കുറഞ്ഞ ആൾക്കാരൊന്നും അല്ല. പക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സംസ്കൃത ഗ്രന്ഥങ്ങളെ കൊണ്ടുപോയി അവർ പഠിച്ച് അവർ കണ്ടുപിടിച്ചെടുത്തു. നമുക്ക് വേണ്ട, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതൊന്നുമില്ല. പക്ഷെ അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അല്ലാതെ കിട്ടൂല. ഇവിടെ വരുമ്പോൾ 12 രാശിയിലായിട്ട് 27 നക്ഷത്രത്തിന് അടുക്കിയിട്ടുണ്ട്. ഇപ്പൊ മേടമാണ് ആദ്യത്തെ രാശി, ഇടവൻ 2ാമത്തെ രാശി, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ 12 രാശിയിലായിട്ട് 27 നക്ഷത്രത്തിന് റെഗുലർ ആയിട്ട് അടുക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 2.25 നക്ഷത്രമാണ് ഒരു രാശിയിൽ വരുന്നത്. ഒരു നക്ഷത്രത്തിന് 4 പാദമുണ്ട്. അപ്പോൾ 27 നക്ഷത്രത്തിനും കൂടി 108 പാദം. 108 പാദത്തിൽ ഒരു രാശിയിൽ 9 പാദം. അശ്വതി, ഭരണി, കാർത്തികയുടെ 4 വരെ വേണം. അത് കഴിഞ്ഞ് കാർത്തികയുടെ 3/4, രോഹിണിയും മകയിരത്തിന്റെ പകുതി, അങ്ങനെ 108 പാദവും
12 രാശിയിലായിട്ട് അടുക്കിയിട്ടുണ്ട്. ഈ 12 രാശിയും ചൊവ്വ മുതൽ ചൊവ്വയുടെയും ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും ചന്ദ്രന്റെയും രാശികളായിട്ട് പറയുന്നുണ്ട്. ഈ രാശികളിൽ ഓരോ ഗ്രഹത്തിനുമുള്ള ബന്ധം സ്വക്ഷേത്രമെന്നും ഉച്ചമെന്നും മൂലത്രികോണമെന്നും ശത്രുക്ഷേത്രമെന്നും നീചക്ഷേത്രമെന്നും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ ഫലം ഇത് കണക്കാക്കിയിട്ട് ഫലം പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗ്രഹവും ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലം എന്താണ്, ഓരോ ഭാവത്തിൽ നിന്നാലുള്ള ഫലം എന്താണ്, ഓരോ ഗ്രഹത്തിന്റെയും കാരകത്വം സിഗ്നിഫിക്കേറ്റർ നിർമ്മിക്കുന്നത്. സൂര്യൻ അച്ഛനെ സൂചിപ്പിക്കുന്നു, ശിവനെ സൂചിപ്പിക്കുന്നു. താതോ ദേവ പ്രതാപം അസ്ഥി അസു നൃപ കനകം പ്രാണൻ തേജസ് ചികിത്സ വൈദ്യൻ അമാത്യൻ ജ്യോതിഷം ഇതൊക്കെ സൂര്യൻ. സ്ത്രീകള് അമ്മ മനസ്സ് ഇതൊക്കെ ചന്ദ്രൻ. ഇങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാവും. സൂര്യനെ കൊണ്ട് ഇന്ന കാര്യം ചിന്തിക്കണം, ചന്ദ്രനെ കൊണ്ട് ഇന്ന കാര്യം ചിന്തിക്കണം, ചൊവ്വയെ കൊണ്ട് ഇന്ന കാര്യം ചിന്തിക്കണം. അതിൽ ഒരു കാര്യം പറയാനുള്ളത്, സൂര്യൻ ജീവന്റെ കാരകത്വത്തിന് സൂര്യന് കൊടുത്തിട്ടുണ്ട്, മനസ്സിന്റെ കാരകത്തിന് ചന്ദ്രന് കൊടുത്തു. ജീവന്റെ കാരകത്വം സൂര്യനും മനസ്സിന്റെ കാരകത്വം ചന്ദ്രനും. സൂര്യന്റെ പ്രഭാവം ഇല്ലാതെ ഒരു ജീവിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് സൂര്യനാണ് അതിൻ്റെ ആള്. ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ ജീവജാലങ്ങൾ സസ്യങ്ങളൊന്നുമില്ല. സസ്യങ്ങളെ ഭക്ഷിച്ചാണ് മനുഷ്യനും മൃഗവും ജീവിക്കുന്നത്. മൃഗത്തിനെ പിടിച്ച് തിന്നും മനുഷ്യൻ പിടിച്ചു തിന്നാൻ വേണമെങ്കിൽ, ഇറച്ചിയോ മുട്ടയൊക്കെ കഴിക്കണമെങ്കിൽ എന്ത് വേണം? കോഴിയും മാടും വേണം. അപ്പോൾ സൂര്യന്റെ പ്രഭാവം നമ്മുടെ എല്ലാവരെയും ശരീരത്തിൽ നമ്മൾ അറിയാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യനാണ് ജീവന്റെ കാരകത്വം കൊടുത്തിട്ടുള്ളത്. ചന്ദ്രൻ മനസ്സിന്റെ കാരകത്വം, ജലത്തിന്റെ ശരീരത്തിലെ രക്തത്തിന്റെയും ജലത്തിന്റെയും കാരകത്വം ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രന് ബലമില്ലെങ്കിൽ രക്തത്തിനും ജലത്തിനും ബലക്കുറവ് വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ വരുമെന്ന് നിങ്ങൾ ചോദിക്കും. വേലി ഇറക്കം നടക്കുന്നത് ആരുടെ കഴിവുകൊണ്ടാണ്? ചന്ദ്രനല്ലേ അതിൻ്റെ ആള്. ടൈഡ്സ് ആൻഡ് ആന്റി ടൈഡ്സ്. എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററിന് അപ്പുറത്തിരിക്കുന്ന ചന്ദ്രന് സമുദ്രത്തിലെ ജലത്തിനെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലിരിക്കുന്ന രക്തത്തിനെ സ്വാധീനിക്കാൻ ചന്ദ്രന് കഴിയുമില്ലേ? ഇതൊക്കെ നമുക്ക് ചോദിക്കണ്ടേ? നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഇതാണ് ജ്യോതിഷത്തിന്റെ, അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. ഇനി ചൊവ്വയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാടുണ്ട്. രക്തത്തിന്റെ കാരകത്വം ചൊവ്വയ്ക്കുമുണ്ട്. മെഡിക്കൽ അസ്ട്രോളജി പഠിക്കുമ്പോൾ അറിയാം, മനുഷ്യ ശരീരവും സ്ത്രീകളുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചൊവ്വയ്ക്കും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം കോരാശാസ്ത്രത്തിൽ ഒരു അധ്യായം മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിലേക്ക് 4ാമത്തെ അധ്യായം. അത് പഠിക്കേണ്ടത് നമ്മളൊന്നും പഠിച്ചാൽ ശരിയാവില്ല, ഡോക്ടേഴ്സാണ് പഠിക്കേണ്ടത്. വളരെ വളരെ ഭയങ്കരപ്പെട്ട ഒരു അധ്യായമാണത്. പക്ഷേ പഠിക്കണം. നേരെ ചൊവ്വെ ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചാലേ അത് മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ അന്ധവിശ്വാസവും പരത്തി അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ജ്യോതിഷത്തിന് ഒരു തകരാറുമില്ല. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷിയുടെ കുഴപ്പമാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ. നമ്മൾ നെയ്യാറ്റിൻകര ഒരു ജ്യോതിഷാലയം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ഒരാള് തൃശ്ശൂര്, ഒരാള് കണ്ണൂര്, ഒരാള് പാലക്കാട്, ഒരാള് കോയമ്പത്തൂർ. അപ്പോൾ ഒരാള് ഒരു ജ്യോതിഷം നമ്മൾ സമയം നോക്കാൻ വേണ്ടി പോയി. നെയ്യാറ്റിൻകരക്കാരൻ പറയും, പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്യും, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്യും, അല്ലെങ്കിൽ തിരുവനന്തപുരം ആറ്റുകാല് പോയി ഇന്നത് ചെയ്യുമെന്ന് പറയും. ഇത് ഒരു ഗ്രന്ഥത്തിലും പറയുന്നൊന്നുമില്ല ഇന്ന ക്ഷേത്രത്തിൽ പോകുന്നു. അത് ജ്യോത്സ്യര് വരുന്ന ആളുകളുടെ സൗകര്യം അനുസരിച്ച് പറയുന്നു, ഇന്ന ദേവനെ പിടിക്കുന്നു. തൃശ്ശൂരുകാരൻ പറഞ്ഞു കൊടുക്കും പാറമേക്കാവിൽ പോകാനോ അല്ലെങ്കിൽ ഗുരുവായൂർ പോകാനോ പറഞ്ഞു കൊടുക്കും. കണ്ണൂരുള്ള ജ്യോത്സ്യര് പറഞ്ഞു കൊടുക്കും മുത്തപ്പനെ പോയി കാണാൻ പറഞ്ഞു കൊടുക്കും. ഇത് ജ്യോത്സ്യരെ ഇഷ്ടപ്രകാരം അതാത് സ്ഥലത്തിന്റെ ദേശകാല ആചാരം അനുസരിച്ച് പറയുന്നു, ജ്യോതിഷത്തിൽ പറയുന്നില്ല.
അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് തകരാറുകൾ വരാം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ജ്യോതിഷികൾ ശരിക്കും പ്രാക്ടീസ് ഇല്ലാതെ കുറച്ച് ദിവസത്തെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ട് ജീവിത പ്രശ്നത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ കുഴപ്പം വരും. നമ്മൾ നേരെ ചൊവ്വയെ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ അതിന് ഒരു തകരാറും വരില്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. അതുപോലെ 12 ഭാവങ്ങളുണ്ട്. ഓരോ ഭാവം കൊണ്ടും ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം. 1-ാം ഭാവം കൊണ്ട്, ലഗ്നം എന്ന് പറയുന്ന 1-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ശരീരത്തിന്റെ അവസ്ഥ, ആയുസ്, തല, തലമുടി, പ്രശസ്തി, ഇതൊക്കെ. 2-ാം ഭാവം കൊണ്ട് വാക്ക്, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. പൂർവ്വ കുടുംബം, ധനം. 3-ാം ഭാവം കൊണ്ട് സഹോദരം, വീര്യം, പരാക്രമം, ഇതൊക്കെ ചിന്തിക്കും. 4-ാം ഭാവം കൊണ്ട് അമ്മ, അമ്മാവൻ, മാതൃകുടുംബം വഴിയുള്ള ബന്ധങ്ങള്, ശയന സാധനങ്ങള്, സുഖമായ ജീവിതം, ഇതൊക്കെ ചിന്തിക്കും. 5 കൊണ്ട് സന്താനം ചിന്തിക്കും. ഇങ്ങനെ 12 ഭാവങ്ങളും കൊണ്ട് കുറേ കാര്യങ്ങൾ പറയണം. ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഉണ്ട്. ഇങ്ങനെ അടുക്കി വച്ച് അതനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പഠിച്ചാലേ പറ്റുള്ളൂ. പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ പറ്റും. നമ്മൾ ഒരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വക്കീല് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിയമത്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. ഒരു വക്കീല് പ്രാക്ടീസ് ചെയ്യാണ്, കോടതിയിൽ പോയി കേസ് പ്രസന്റ് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റോ ജഡ്ജോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നോക്കുന്നത് ഏത് റൂൾ അനുസരിച്ചാണ് പറയുന്നത് എന്നുള്ള അനുസരിച്ചിട്ടാണ് കേസ് പോകുന്നത്. അതുപോലെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് മൂലഗ്രന്ഥങ്ങളുണ്ട്. ഹോരാശാസ്ത്രം, ജാതകാദേശം, ജാതക തത്വം, ജാതക ചന്ദ്രിക, സാരാവലി, പിന്നെ ഇങ്ങനെ പറയുന്ന പ്രശ്നമാർഗം, പ്രശ്ന കൗതുകം, പ്രശ്നചിന്ത, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അനേകം ബുക്കുകളുണ്ട്. ഈ ബുക്കുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നമ്മളെ റൂൾസ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫലം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇത് ശാസ്ത്രീയം തന്നെയാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടീസ് ചെയ്യുന്നവരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവി അങ്ങനെ തെറ്റുകൾ പറ്റുന്നു എന്നുള്ളതല്ലാതെ സയൻസ്, ജ്യോതിഷത്തിൽ ഒരു തെറ്റും വരുന്നില്ല. അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ് ഇരുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്, അവർക്കറിയാം. യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പഠിപ്പിക്കുന്ന സമയത്ത് പറയും ഇന്ന ബുക്കിൽ ഇത്രാമത്തെ ശ്ലോകമാണ് അതിന് ആധാരം എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇഷ്ടപ്രകാരം തോന്നും പോലെ ഒന്നും നമ്മളൊന്നും കൈകാര്യം ചെയ്യാറില്ല. എന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു കൊച്ചു കുട്ടിക്ക് എങ്ങനെ പഠിപ്പിക്കുന്നു അതേ രീതിയിലാണ്. ഇപ്പം നമ്മളൊക്കെ പ്രായം ചെന്ന ആൾക്കാരാണെങ്കിലും ജ്യോതിഷത്തിൽ നമ്മൾ ഒരു ജ്യോതിഷം പഠിക്കാൻ വരുമ്പോഴും നമ്മൾ വെറും ഇങ്ങനെ പ്രിലിമിനറി സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ കുട്ടികളാണ്. അത് എങ്ങനെ നമ്മളൊരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്നവർക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. ഇവിടെ എല്ലാവരും ജ്യോതിഷത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ജ്യോതിഷം അറിഞ്ഞിരിക്കണം. എന്നാലേ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് നമ്മളെ പറ്റിക്കുന്നത്. ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുക, കണ്ടകശനി, ഏടരാണ്ട ശനി, കണ്ടകൻ കൊണ്ടേ പോവുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അങ്ങനെ ഒരു ദോഷം ഉണ്ടോ എന്ന് കേട്ടാൽ ഉണ്ട്. അത് ചൊവ്വയ്ക്ക് മാത്രമല്ല, എല്ലാ ഗ്രഹത്തിനും ദോഷമുണ്ട്. വശമില്ലാതെ നിന്ന് കൊടുത്താൽ എല്ലാവരും ദോഷം ചെയ്യും. ചൊവ്വയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നു. അതൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. എല്ലാവരും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പഠിക്കുകയും വേണം. ഓക്കെ സാർ, എല്ലാവരും സാർ ഇനി അടുത്തായിട്ട് നമ്മുടെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്ന ഡോക്ടർ കേശവ സാറ് നിങ്ങളോട് സംസാരിക്കും. കേശവ സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല നടത്തുന്ന വിവിധ കോഴ്സുകൾ ഇന്ന് വിജയദശമി ദിവസം ആരംഭിക്കുകയാണ്. അതിൽ ഗൃഹവാസ്തു ആ സബ്ജക്റ്റ്, അതിൻ്റെ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ
ഈ കോഴ്സിനെ പറ്റിയും ഗ്രഹവാസ്തുവിനെ പറ്റിയും ചില കാര്യങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. ഇവിടെ വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് എനർജി, ഊർജത്തിന്റെ ഒരു വിവിധ തരത്തിലുള്ള ഊർജം. നമുക്കറിയാം സൗരോർജം സൂര്യനിൽ നിന്നും, മാഗ്നറ്റിക് എനർജി. നമുക്കൊരു മാഗ്നറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തെക്ക് വടക്ക് ഡയറക്ഷനിലേ നിൽക്കുകയുള്ളൂ. എങ്ങനെ നമ്മൾ തിരിച്ചാലും അത് തെക്ക് വടക്ക് ഡയറക്ഷൻ വരും. അപ്പൊ തെക്ക് വടക്ക് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ തരം ഊർജ്ജങ്ങൾ. ഇപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മളെ ഒരു മുകളിലോട്ട് പോയാൽ തിരിച്ച് താഴോട്ട് വരും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന അതിന്റെ ഒരു എനർജി, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എനർജി. ഇങ്ങനെ വിവിധ തരം എനർജികൾ, 53 തരം എനർജികളെ പറ്റി വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. ഈ എനർജികളിൽ ചില എനർജികൾക്കൊക്കെ ദൈവങ്ങളുടെ പേരും ചില എനർജികൾക്ക് പിശാചുക്കൾ, രാക്ഷസരുടെ പേരൊക്കെയാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഗുണം ചെയ്യുന്ന ഊർജങ്ങൾ, അതായത് പോസിറ്റീവായിട്ടുള്ള എനർജിക്ക് ദൈവങ്ങളുടെ പേരും, നമുക്ക് ദോഷം ചെയ്യുന്ന ഊർജങ്ങൾക്ക്, നെഗറ്റീവായിട്ടുള്ള എനർജികൾക്ക് ആ രാക്ഷസന്മാരുടെയും പിശാചുക്കളുടെയൊക്കെ പേരാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കോഴ്സിലെ അധ്യാപനം ഞാൻ ചുരുക്കി പറയാവുന്ന കാര്യം, ഞാൻ ആദ്യമായിട്ട് ഈ കോഴ്സ് പഠിക്കുന്നത് ഇപ്പൊ ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1969 എഞ്ചിനീയറിംഗ് പാസ്സായി. എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞിട്ട് ചില ജോലികളൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഇതിനോട് താല്പര്യം വരികയും ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ് എൻ്റെ ബേസിക് തുടക്കം ആരംഭിച്ചത്, ഇതിനെപ്പറ്റി തുടങ്ങിയത്. ആ ആറന്മുള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 1 ഇയർ കോഴ്സായിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൂടുതൽ സംശയങ്ങളൊന്നും കൂടെ കൂടുതലായിരുന്നു. കാരണം ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉള്ളതുകൊണ്ട് ഒരു വീടിന്റെ ചുറ്റളവിനെ കുറേ സെന്റിമീറ്റർ കൂട്ടുകയോ അല്ലെങ്കിൽ കുറേ സെന്റിമീറ്റർ കുറയ്ക്കുകയോ ചെയ്താൽ അതെങ്ങനെ നമ്മുടെ വരവിനെയും ചെലവിനെയും ബാധിക്കും. വരവിനെയും ചെലവിനെയും ബാധിക്കുന്ന ശാസ്ത്രം പറയുന്നുണ്ട്. ആയം വ്യയം എന്നൊക്കെ പറഞ്ഞ് പല ഇത് വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ നമ്മുടെ വീട്ടിലെ ചുറ്റളവിനെ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമ്മുടെ വരവിനെ എങ്ങനെ അത് ബാധിക്കും, ചെലവിനെ എങ്ങനെ ബാധിക്കും എന്ന എൻ്റെ ആ ഒരു ലോജിക്ക് വെച്ച് അല്ലെങ്കിൽ ആലോചിച്ചിട്ട് എനിക്ക് അന്ന് അങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അപ്പൊ അതിന് ശേഷം ഞാൻ കുറെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും മറ്റേ ചെന്നൈയില് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫെങ്ഷി വാസ്തു എന്നൊരു വലിയ സ്ഥാപനമുണ്ട്. വിദേശികളൊക്കെ വന്ന് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നിപ്പോൾ ആ സ്ഥാപനം ഇല്ല, അവര് അമേരിക്കയിലാണ്. അപ്പൊ ആ സ്ഥാപനത്തില് അവിടെ ജോയിൻ ചെയ്ത് അവിടെ വെച്ചാണ് ഞാൻ ഈ ചൈനീസ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഫെങ്ഷുയും, അതുപോലെ ചൈനീസ് വാസ്തുശാസ്ത്രം, അതുപോലെ പിന്നെ മന്ത്ര കറക്ഷൻസ്, യന്ത്ര കറക്ഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം, ഇതും അതുപോലെ തന്നെ ഭാരതീയ വാസ്തുശാസ്ത്രം, ഇത് 3 അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫെങ്ഷി വാസ്തു. അപ്പൊ അവിടുന്ന് ആ കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരില് ശ്രീ രവിശങ്കർ, ആർട്ട് ഓഫ് ലിവിംഗ് എന്നുള്ള പ്രസ്ഥാനത്തിൽ ശ്രീ രവിശങ്കർ, അദ്ദേഹത്തിന്റെ ആശ്രമത്തില് അവിടെ ഈ ജ്യോതിഷം, അതുപോലെ വാസ്തുശാസ്ത്രം, അങ്ങനെ വിവിധ തരത്തിലുള്ള ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദങ്ങള്, ഉപനിഷത്ത്, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ അതിന്റെ വാസ്തുവിന്റെ ബേസിക് കോഴ്സ് വാസ്തു വിശാരദ് എന്ന് പറയും, അത് ജോയിൻ ചെയ്ത് അത് പാസ്സായി. അതിനുശേഷം അവിടെ വാസ്തുശാസ്ത്രി, വിശാരദ് കഴിഞ്ഞാൽ ശാസ്ത്രി ചേർക്കുള്ളൂ. അപ്പൊ അവിടെ വാസ്തുശാസ്ത്രി എന്നുള്ള എൻ്റെ അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഈ കോഴ്സുകളെല്ലാം ഇങ്ങനെ ചെന്നൈ ആദ്യം ആറന്മുളയിൽ തുടങ്ങി, ചെന്നൈയില്, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ കൂടെ ഒന്ന് വിശാലമായി ചിന്തിക്കാൻ ഇത് എന്നെ സഹായിച്ചു. അത് പിന്നീടുള്ള എക്സ്പീരിയൻസ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഇപ്പോഴ് തിരുവനന്തപുരം സംസ്കൃത കോളേജില് അവിടുത്തെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെന്ററിൽ വാസ്തുശാസ്ത്രത്തിന്റെ ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിലും വാസ്തുവിന്റെ ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്. എൻ്റെ ഒരു ചുരുക്കി ചെയ്യാന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി ഓഫ് എനർജിയാണ്. അപ്പൊ ആ എനർജിയെ പറ്റി, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഈ വാസ്തു പുരുഷൻ എന്ന ഒരു ആശയം തന്നെ റിസൾട്ടന്റ് എനർജി എന്നാണ് പറയുന്നത്. വിവിധ തരം എനർജി ഊർജ്ജമുണ്ട്, അതിന്റെ എല്ലാം കൂടി റിസൾട്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനാണ് ഈ വാസ്തു പുരുഷ എന്നുള്ളൊരു സങ്കല്പം വരുന്നത്. ആ വിശദാംശങ്ങളെ പറ്റിയൊക്കെ ഇപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വാസ്തുശാസ്ത്രവുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് നമുക്ക്. കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് വീടുകളിലാണ്.
വാടകയ്ക്കുള്ള വീടാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വീടാകാം. വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ നമ്മുടെ താമസ സ്ഥലമായ വീടുകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ശാസ്ത്രം നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളുടെയൊക്കെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ രോഗങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റി ആ രോഗത്തിൽ നിന്ന് മുക്തി നേടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുപോലെ തന്നെയാണ് വീടിന്റെ രോഗങ്ങളാണ് ഈ വാസ്തുദോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീടിന് വരുന്ന രോഗങ്ങളായ വാസ്തുദോഷങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമായ പരിഹാരം ചെയ്ത് ആ ദോഷത്തിൽ നിന്ന് വീടിനെ മുക്തമാക്കേണ്ടത് അത് നമ്മുടെ എല്ലാം ചുമതലയാണ്. ആ ചുമതലയെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. ആ വാസ്തുദോഷങ്ങൾ മനസ്സിലാക്കുകയും ആ ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യണം. അപ്പോൾ അതുപക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം രോഗമുക്തമായിരിക്കണം എന്നതുപോലെ തന്നെ നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ താമസ സ്ഥലം വാസ്തുദോഷമുക്തമായിരിക്കണം എന്ന് നമ്മൾ ശരിക്കും ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രേരണ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇത് ഗൃഹവാസ്തു എന്നാണ് ഈ സബ്ജക്ട് നമ്മൾ പറയുന്നത്. ഗൃഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ താമസിക്കുന്ന വീട്. പക്ഷെ താമസിക്കുന്ന വീടുമായിട്ട് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന നമ്മുടെ താമസ സ്ഥലവും ജോലി സ്ഥലവുമായി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ ഗൃഹവാസ്തു. അപ്പൊ ഈ ഗൃഹവാസ്തുവിൽ ഇതെല്ലാം വരും. നമ്മുടെ വീടുകൾ വരും, അതുപോലെ നമ്മുടെ താമസ സ്ഥലങ്ങൾ ഉദ്ദേശിച്ച കടകൾ, അല്ലെങ്കിൽ നമ്മളിപ്പം ഫാക്ടറിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ആശുപത്രികളിലോ നമ്മൾ എവിടെ ജോലി ചെയ്യുന്ന ആ കെട്ടിടവും ആ കെട്ടിടം വയ്ക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഈ ഗൃഹവാസ്തുവിൽ വരും. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വാസ്തുശാസ്ത്രം മനസ്സിലാക്കേണ്ടതും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മുടെയൊക്കെ ഒരു കടമയായിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഇവിടെ നമ്മൾ ദോഷ പരിഹാരം എന്ന് പറഞ്ഞു, രോഗമുക്തം എന്ന് പറയുന്ന പോലെ വാസ്തുദോഷ പരിഹാരം, നമ്മൾ ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നത്, വാസ്തുദോഷങ്ങൾ പരിഹരിക്കുന്നത് ശരിക്കും രണ്ട് ബ്രാഞ്ചായിട്ട് എടുക്കാം. ഒന്ന്, ആ ദോഷം തന്നെ ഇല്ലാതാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടില് അതിന് ഒരു മൂല, ഏതെങ്കിലും ഒരു മൂല ഇല്ല, അതായത് ഇംഗ്ലീഷിൽ അതിന് മിസ്സിംഗ് കോർണർ എന്ന് പറയും, മലയാളത്തിൽ അപൂർണമായ മൂല എന്ന് പറയും. അങ്ങനെ അപൂർണമായ മൂല ഉണ്ടോ അല്ലെങ്കിൽ മിസ്സിംഗ് കോർണർ എന്ന് പറയുന്നത് ഒരു മൂല ഇല്ലാതായാൽ ആ മൂല പൂർണ്ണമാക്കുക. അവിടെ ഫൗണ്ടേഷനോ ബേസ്മെന്റോ ഭിത്തി റൂഫ് ഇതെല്ലാം ചെയ്തിട്ട് ആ മൂല പൂർണ്ണമാക്കുന്നതാണ് ദോഷത്തെ തന്നെ ഇല്ലാതാക്കുക. അങ്ങനെ മൂല പൂർണ്ണമായി കഴിഞ്ഞാൽ ആ മൂല ഇല്ലാത്തത് കൊണ്ട് ദോഷം മാറിക്കഴിഞ്ഞു, കാരണം ആ മൂല അപൂർണത ഇല്ലാതായി. അപ്പൊ അങ്ങനെയാണ് ദോഷത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ദോഷത്തെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് പറ്റിയില്ലെന്ന് വരും പല കേസുകളിലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ദോഷം കൊണ്ടുണ്ടാകുന്ന ദോഷഫലത്തെ ന്യൂട്രലൈസ് ചെയ്യുക. നമുക്കറിയാം, ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ ആ വാസ്തുദോഷം അവിടെ ഒരു നെഗറ്റീവ് എനർജിയെ, ഒരു പ്രതികൂല ഊർജത്തെ സൃഷ്ടിക്കും. ആ പ്രതികൂല ഊർജത്തെ ഒരു അനുകൂല ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് നിർവീര്യമാക്കുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്കൊരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ രണ്ട് വിധത്തിലുള്ള വാസ്തുദോഷങ്ങൾ അതിലേക്കൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകും, ആ ദോഷങ്ങളെ പറ്റിയൊക്കെ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഉദ്ദേശം വാസ്തുശാസ്ത്രത്തിന്റെ, അത് ഇതിന്റെ പൗരാണിക ശാസ്ത്രങ്ങളുടെ എല്ലാ ഉദ്ദേശം അത് തന്നെയാണെന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ വീടാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അനുകൂല ഊർജത്തെ പരമാവധി വർദ്ധിപ്പിക്കുക. അതുപോലെ നമ്മുടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പ്രതികൂല ഊർജത്തെ പരമാവധി കുറയ്ക്കുക. അങ്ങനെ പോസിറ്റീവ് എനർജിയെ പരമാവധി വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് എനർജിയെ പരമാവധി കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണകരമായ ഊർജം വർദ്ധിക്കുകയും അത് നമുക്ക് പല വിധത്തിലുള്ള, അത് സാമ്പത്തികമായിട്ടാകാം, ആരോഗ്യപരമായിട്ടാകാം, ബന്ധത്തിൽ റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധമായാലും മക്കളുമായിട്ടുള്ള ബന്ധമായാലും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലും ബന്ധത്തിലും പീസ് ഓഫ് മൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കത് ഗുണകരമായിട്ട് വരും. ഇപ്പൊ ഇവിടെ നമ്മളൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു മോഡേൺ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു മോഡേൺ എഞ്ചിനീയർ ഒരു വീട് ഡിസൈൻ ചെയ്യുകയും അല്ലെങ്കിൽ നിർമ്മിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ആ വീടിന്റെ ഉറപ്പ്, അതായത് അതിന്റെ സ്ട്രെങ്ത്. തീർച്ചയായിട്ടും ഒരു വലിയ കാറ്റോ മഴയെന്ന് വന്നാൽ പൊളിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഉറപ്പ് തീർച്ചയായിട്ടും ഈ മോഡേൺ എഞ്ചിനീയർ അല്ലെങ്കിൽ മോഡേൺ ആർക്കിടെക്ട് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രണ്ടാമത് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ സൗകര്യങ്ങൾ, കൺവീനിയൻസ്. അതായത് ഇപ്പോൾ ഒരു വീടിന്റെ ഒരു മൂലയ്ക്ക് അടുക്കളയും കുറച്ച് ദൂരം മാറി വേറൊരു മൂലയ്ക്ക് ഡൈനിങ് റൂം അല്ലെങ്കിൽ ഊണുമുറി ആണെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് സാധനമൊക്കെ ഒരുപക്ഷെ ഡ്രോയിങ് റൂമിൽ കൂടെ മറ്റുള്ള മുമ്പേ കൂടെ എടുത്തുകൊണ്ട് അതൊക്കെ അസൗകര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അസൗകര്യങ്ങളൊന്നും ഇല്ലാതെ പരമാവധി സൗകര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതും ഒരു മോഡേൺ എഞ്ചിനീയർ അല്ലെങ്കിൽ മോഡേൺ ആർക്കിടെക്ട് അതിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്,
അതിന്റെ ഭംഗി, അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്പിയറൻസ്. ഒരാൾ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വീട്, കാണാൻ നല്ല ഭംഗി. അപ്പൊ അങ്ങനെ പറയുന്നത് ആ ഭംഗി അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് വെച്ചാണ്. അതിനും ഈ മോഡേൺ എഞ്ചിനീയേഴ്സും മോഡേൺ ആർക്കിടെക്ട്സുകാരും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മോഡേൺ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മോഡേൺ ആർക്കിടെക്ട്സ് ഈ 3 കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 1 ഉറപ്പ്, 2 സൗകര്യം, 3 അതിന്റെ ഭംഗി അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടി. അതേസമയം ഒരു വാസ്തു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു വാസ്തു എക്സ്പേർട്ട് ഒരു വീട് ഡിസൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇതെല്ലാം അവരും കൊടുക്കണം. ഇത് 3 കൂടാതെ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം, അവിടെ താമസിക്കുന്നവരുടെ സാമ്പത്തിക അവസ്ഥ, അതുപോലെ അവിടെ താമസിക്കുന്നവരുടെ മനസുഖം അല്ലെങ്കിൽ മനഃശാന്തി, അവിടെ താമസിക്കുന്നവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ കുടുംബ ബന്ധം, ഇതിനൊക്കെ ഒരു വാസ്തുശാസ്ത്ര വിധികൾ അനുസരിച്ച് നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ബെറ്റർ ആവും, അല്ലെങ്കിൽ ഇതിനൊക്കെ മെച്ചമുണ്ടാകും. പക്ഷെ അത് ഈ മോഡേൺ ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ അതിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം അവരത് പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുന്ന ഒരു വീട്, അവർക്ക് ഈ 3 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഒരു വാസ്തു ആണെങ്കിൽ അവര് ഇതിനും പ്രാധാന്യം കൊടുക്കും. കാരണം വാസ്തുശാസ്ത്ര വിധികളിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആരുടെയും ഇതല്ല, വാസ്തു വിധികളിൽ തന്നെ പൗരാണിക വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, നേരത്തെ നമ്മുടെ ജ്യോതിഷ സാറ് പറഞ്ഞതുപോലെ ഇത് ജ്യോതിഷത്തിലല്ല കുഴപ്പം, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണ്. അതുപോലെ വാസ്തുശാസ്ത്രത്തിലല്ല, വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരിൽ ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കൂടെ തന്നെ ഇപ്പൊ ശരിക്കും ഇപ്പം സംസ്കൃത കോളേജിലായാലും അതുപോലെ ഭാരതീയ ഈ വാസ്തു ജ്യോതിഷ പഠനശാലയിലായാലും ഒക്കെ ഞങ്ങൾ ഗ്രാജുവേഷൻ ഇപ്പം പഠിക്കുന്ന ഡിപ്ലോമ കോഴ്സും അത് കഴിഞ്ഞുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാരണം അപ്പോഴേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അതൊക്കെ വരണമെങ്കിൽ ഈ 2 കോഴ്സും കഴിയണം. അതേസമയം ബേസിക് കോഴ്സിൽ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിൽ ചേർന്ന് കുറച്ചാൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കാണിച്ച് നിർത്തിയിട്ട് പിന്നെ വലിയ ബോർഡും ഒക്കെ വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നമുക്കറിയാം, പിന്നെ മുറിവൈദ്യം ആളെ കൊല്ലുന്ന പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ അതിന് നമുക്കത് ഒരാള് ശരിക്കും വാസ്തു മനസ്സിലാക്കിയിട്ടുള്ള ആണോ അല്ലോ അതല്ല ഈ നേരത്തെ പോലെ മുറി വൈദ്യനാണോ എന്ന് അറിയണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നവരുടെ ആ കള്ളി നമുക്ക് തന്നെ വിളിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനം നിങ്ങളിത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിപ്ലോമ കോഴ്സും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ഇതുപോലെയുള്ള ചില ഈ പിന്നെ തെറ്റായ ആൾക്കാരുടെ വരവിനെ ചെറുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഭാരതത്തില്, പ്രത്യേകിച്ചും ഭാരതത്തിൽ തന്നെ കേരളത്തില് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വാസ്തുശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് കാര്യമുണ്ട്. അതായത് നമ്മളിപ്പം പിന്നെ ഇവിടെ, അതായത് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം എടുക്കുക, വാസ്തുശാസ്ത്രം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് വടക്കുവശം താഴുന്നതും തെക്കുവശം പൊങ്ങുന്നതും നല്ലതാണ്. ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു പുരയിടത്തിന്റെ ഒക്കെ വടക്കുവശം താന്നിരിക്കുന്നതും തെക്കുവശം പൊങ്ങിയിരിക്കുന്നതും നല്ലതാണ്. പക്ഷെ ഇവിടെ ഭാരതത്തിൽ നോക്കുക, വടക്കുവശം പർവ്വതം, പിന്നെ നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളുടെ വളരെ വളരെ പൊക്കത്തിലുള്ള ഹിമാലയ പർവ്വതങ്ങളാണ് നമ്മുടെ ഭാരതത്തിന്റെ വടക്കുവശം. ഭാരതത്തിന്റെ തെക്കുവശം ഓഷ്യനാണ്, സമുദ്രമാണ്, താഴ്ന്നു കിടക്കുകയാണ്. അപ്പം വാസ്തുശാസ്ത്ര വിധികൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ജിയോഗ്രഫിയാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. ആ ഭാരതത്തിലുള്ള കേരളത്തിൽ നോക്കുക, നമ്മൾ ഒരു കിഴക്കും പടിഞ്ഞാറും നോക്കുമ്പോൾ പടിഞ്ഞാറ് വശം പൊക്കം കൂടുതലും കിഴക്ക് വശം താഴ്ന്നു ഇരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നോക്കുക, കിഴക്ക് വശത്ത് സഹ്യപർവ്വതം, പടിഞ്ഞാറ് വശത്ത് അറബിക്കടൽ, നേരെ വിപരീതമാണ്. ഇന്ത്യയുടെ തെക്കും വടക്കും വിപരീതമാകുന്നത് പോലെ കേരളത്തിലെ കിഴക്കും പടിഞ്ഞാറും നേരെ വിപരീതമാണ്. അപ്പൊ ഈ വാസ്തുശാസ്ത്ര വിധികൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ജിയോഗ്രഫിയാണ് നമ്മുടെ കേരളത്തിലും അതുപോലെ ഭാരതത്തിലും താമസിക്കുന്നവർക്കുള്ളത്. അപ്പൊ ഇത് നമ്മളപ്പോ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഈ വാസ്തുശാസ്ത്ര വിധികൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ദോഷങ്ങൾ, വെറുതെ ഇരുന്നാലും നമുക്ക് ഈ ദോഷങ്ങളുണ്ട്, ഇന്ത്യയുടെയും ഈ ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസം. അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ നമ്മള് ഡിപ്ലോമ കോഴ്സും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഡിപ്ലോമ കോഴ്സ് ഏതാണ്ട് പൂർണ്ണമായും തിയറി ഓറിയന്റഡ് ആണ്. ഈ വാസ്തുശാസ്ത്ര സംബന്ധമായ തിയറികളാണ് കൂടുതലും പഠിക്കുന്നത്. അതേസമയം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് വന്നാൽ അവിടെ ഈ തിയറി അപ്ലൈ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്.
അപ്പൊ ഇത് ബേസിക് അല്ല, ഡിപ്ലോമ കോഴ്സ് തിയറിക്കും പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് തിയറി ഇല്ലെന്നല്ല, പക്ഷെ തിയറിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അവിടെ കൊടുക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇതുപോലെ ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു നിങ്ങളെല്ലാം ഈ ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റും കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഒരു ഇത് വരാൻ താല്പര്യമുള്ളവരോട് എനിക്കുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ വീടിന് ഈ നമ്മളിവിടെ പല കാര്യങ്ങളും വാസ്തുപരമായിട്ട് പഠിക്കും, ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ പഠിക്കും. ആ ദോഷങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഇവിടെ പഠിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് പരിഹരിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു കുറെ കൂടെ ഒരു മനസ്സിലാവുന്നത് കൂടാതെ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. കാരണം ഇത് ശാസ്ത്രമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള ചെയ്യുകയാണെങ്കിൽ 100% ആണ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മൾ സാധാരണ ഒരു ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതൊരു 75-80% വരെ ശരിയാവുകയാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ അതല്ല. വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു പരിഹാരം ചെയ്യുകയാണെങ്കിൽ 100% അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നുള്ള അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ 100%. അപ്പൊ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ചെയ്താൽ നാളെ അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. സാധാരണ ഒരു 3 മാസം മുതൽ 6 മാസം വരെയൊക്കെയാണ്, മിനിമം 3 മാസം, മാക്സിമം ഒരു 6 മാസത്തിന് ഇടയ്ക്കാണ്. ചില പരിഹാരങ്ങൾ 3 മാസത്തിന് മുമ്പ് തന്നെ റിസൾട്ട് കിട്ടും, ചില പരിഹാരങ്ങൾ 6 മാസം കഴിഞ്ഞ റിസൾട്ട് കിട്ടുള്ളൂ. എന്നാലും ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ 3 to 6 months എടുക്കും ഈ പരിഹാരങ്ങളുടെയൊക്കെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു ഫലം അറിയാനായിട്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കുറെ പരിഹാരങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കിയത് കുറെ കൂടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മധൈര്യം ഉണ്ടാകും മറ്റുള്ളവരുടെ ചെയ്യാൻ. കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു, അതിന്റെ ഗുണം മനസ്സിലാക്കി. അപ്പൊ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് കുറെ കൂടെ ആത്മവിശ്വാസം ഉണ്ടാകും. ഏറ്റവും പ്രധാനമാണ് ഈ ആത്മവിശ്വാസം. കാരണം ഈ വിഷയത്തിൽ വലിയ വിശ്വാസമില്ലാത്ത പലരും ഇതിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് വരുന്നുണ്ട്, ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിലെ സാമ്പത്തിക നേട്ടമാണ്, അവർക്ക് അതിനകത്ത് വലിയ വിശ്വാസം ഉള്ളതുകൊണ്ടല്ല. പക്ഷെ അവർ ചില കാര്യങ്ങളൊക്കെ പഠിച്ച് ആ കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചാൽ കുറേയൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ ശരിയാവുമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഒരു ആത്മധൈര്യം, ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പൊ വാസ്തു ചെയ്യുമ്പോൾ വാസ്തുവിൽ നമുക്കുള്ള വിശ്വാസം ഏറ്റവും പ്രധാനമാണ്. വിശ്വാസം ഇല്ലാത്ത ഒരാൾ എന്തെങ്കിലും ഒരു ചെയ്തു കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള ആ പ്രയോജനം ഉണ്ടാകില്ല. അപ്പൊ ആദ്യം നമ്മുടെ ആത്മവിശ്വാസത്തിന് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അതിലുള്ള ഒരു ഡിപ്ലോമയിലില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ആ പ്രോജക്റ്റിൽ നിങ്ങളുടെ സ്വന്തം വീട് കംപ്ലീറ്റ് മെഷർമെന്റ് എടുത്ത് അതിന്റെ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ എന്ന് പരിശോധിച്ച്, വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, ഇതെല്ലാം കൂടെ ചേർത്തൊരു പ്രോജക്ട് റിപ്പോർട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അത് വെച്ചിരിക്കുന്ന കാരണം തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വാസ്തുദോഷം ആദ്യം നമ്മൾ നോക്കുക, അതെങ്ങനെ പരിഹരിക്കാൻ നോക്കുക. പരിഹരിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് എങ്ങനെ കിട്ടും നോക്കുക. അപ്പൊ നമുക്ക് കുറെ കൂടി ആ ഒരു ആത്മധൈര്യം ഉണ്ടാകാനായിട്ടാണ്. ഇവിടെ നമുക്ക് പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊക്കെ കുറെ കഴിയുമ്പോൾ മറവി ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം പഠിച്ചു, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലും കുറെ നാൾ നമ്മൾ ഇതിൽ നിന്ന് ടച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറെ കൂടെ ഉറച്ച് വിശ്വസിക്കാൻ, ഉറച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറയ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുകയാണ്. അപ്പൊ ഇതിൽ ഞാനിപ്പോ സമയമായോ ലാല് വന്നിരിക്കുന്നത് ഒരു 1-2 കാര്യങ്ങൾ ഇവിടെ നമുക്കിവിടെ ഒരു മിനിറ്റ് കൂടെ. അപ്പൊ നമുക്കിവിടെ 3 പുസ്തകങ്ങളുണ്ട് ഈ ഡിപ്ലോമ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ. ഈ 3 പുസ്തകങ്ങളിൽ പിന്നെ ഇത് ഇന്റഗ്രേറ്റഡ് വാസ്തു, സംയോജിത വാസ്തുശാസ്ത്രം എന്നാണ് പേര്. വോളിയം 1, വോളിയം 2, വോളിയം 3. ഈ 3 പുസ്തകങ്ങളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന 3 പുസ്തകങ്ങളാണ്. കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അത് കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഒരു പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ കാരണം സമയം കൂടുതലിരിക്കുന്നു. 15 മിനിറ്റ് എനിക്ക് പറഞ്ഞപ്പോൾ 15 കഴിഞ്ഞേ ഉള്ളൂ ജസ്റ്റ്. അപ്പൊ ഇതിന് പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ റെഫർ ചെയ്യുന്നത് 4 പുസ്തകങ്ങളാണ്. അത് പൗരാണിക പുസ്തകങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന പുസ്തകമാണ് മനുഷ്യാലയ ചന്ദ്രിക. അതുപോലെ തമിഴ്നാട്ടിലോട്ട് ചെന്നാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് മയമതമാണ്. പിന്നെ നമുക്ക് കർണാടക, ആന്ധ്ര ആ പ്രദേശത്ത് നിന്ന് അവിടെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മാനസാര എന്നുള്ള ഗ്രന്ഥമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ബൃഹത് സംഹിതയാണ്. ബൃഹത് സംഹിത പിന്നെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട പലതും ഉണ്ടെങ്കിലും അവിടെയും വാസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബൃഹത് സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പം നോർത്ത് ഇന്ത്യയിൽ കൂടുതലും ബൃഹത് സംഹിതയാണ്.
അപ്പൊ ഈ 4 പുസ്തകങ്ങൾ നമ്മൾ റെഫറൻസുകൾ വെച്ചാൽ, വേറെയും ധാരാളം പുസ്തകങ്ങളുണ്ട്, നാളെ ഉള്ളൂ ഞാൻ പറയുന്നില്ല. ഈ 4 പുസ്തകങ്ങൾ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ഈ 4 പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ദോഷമാണെന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല. ഏതെങ്കിലും ഒന്ന്, ഈ 4 ഇതിലെല്ലാത്തിലും നല്ലതാണെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്കകത്ത് എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ പോയി ഞാൻ ഈ വാസ്തു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കൂടാതെ ഈ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഇത് പിന്നെ ഈ 4 ഗ്രന്ഥങ്ങളിലും നല്ലതാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഏതെങ്കിലും ഒന്നിൽ മോശമാണെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക. സാധിക്കും, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. കാരണം ഈ 4 റെഫറൻസ് ഗ്രന്ഥങ്ങൾ, ആ 4 റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മോശം എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക, 4ലും നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ 100% റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. ഞാനിപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്ത് സംശയങ്ങളും നമുക്ക് തീരുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് എൻ്റെ മറുപടി പറയാം. അപ്പൊ ഞാൻ പിന്നെ ഇനി എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ് ഈ കോഴ്സിലേക്ക്. ഈ കോഴ്സിൽ വന്നിട്ട് ഒരു ഏതാണ്ട് ഇപ്പം ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും കഴിയണമെങ്കിൽ ഏതാണ്ട് 10-15 മാസം, നമുക്ക് 2 കൂടെ വരും, 7 മാസം 8 മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 15 മാസത്തോളം എടുക്കും, ഒരു 1.25 വർഷം. അപ്പൊ 1.25 വർഷം ഒരു എന്താ പറയുക, ഒരു പിന്നെ ആസ്വദിച്ച് പഠിക്കാൻ. കാരണം ഇത് പഠിക്കുന്ന ആസ്വദിച്ച് പഠിക്കണം, അല്ലാതെ ഒരു വിഷമത്തോടെയോ വലിയ അങ്ങനല്ല, ആസ്വദിച്ച് പഠിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. അടുത്തായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ഹസ്തരേഖാ ശാസ്ത്രം പഠിപ്പിക്കുന്ന മോഹൻ സാറാണ്. സാറ് നിങ്ങളോട് സംസാരിക്കും. മോഹൻ സാറ് സൗണ്ട് ഇല്ല. സാറേ മൈക്ക് ഒന്ന് ഓൺ ചെയ്യണേ. ഹലോ, കേൾക്കാം? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം. ഓ, ജ്യോതിഷത്തില് മോഹൻ സാറും വാസ്തുശാസ്ത്രത്തില് കേശവദാസ് സാറും വളരെ ഗഹനമായ വിഷയങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത്. അത്രേ ഗഹനമില്ലാത്തൊരു വിഷയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു പ്രൊഫഷണൽ പാമിസ്റ്റ് അല്ല, ഞാൻ ഒരു അധ്യാപകനാണ്. കെമിസ്ട്രിയാണ് എൻ്റെ വിഷയം. പക്ഷെ ഇതൊരു പാഷനാണ്, ഒരു ഇഷ്ടമാണ്. ഒരു 50 വർഷത്തിലേറെ കാലം കൊണ്ട് അനുഭവത്തിലൂടെയൊക്കെ പഠിച്ചെടുത്ത ഒരു വിഷയമാണ്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്ത് ഉള്ള വേലായുധൻ സാർ, ഉണ്ണിസാർ എന്നറിയപ്പെടുന്ന വേലായുധൻ സാറാണ്. അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു. തികച്ചും ഗുരുകുല രീതിയിലാണ് ഞാൻ ഇത് പഠിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിരുന്ന് വർഷങ്ങൾ, 1, 2, 3 വർഷങ്ങളല്ല, വർഷങ്ങൾ ചെന്നിരുന്ന് പഠിച്ചത് ഒരു വാശിക്കാണ്. ഇത് തെറ്റാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ പഠിക്കാൻ പോയ ഒരാളാണ് ഞാൻ. വെല്ലുവിളിക്കാൻ പോയതാണ്. കോവൂരിന്റെ ഒക്കെ പുസ്തകം വായിച്ച ഒരു ആത്മവിശ്വാസം കൈവശം വെച്ചുകൂട്ട അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ പോയതാണ്. അപ്പോഴ അദ്ദേഹത്തിന്റെ ഓഫർ, ആദ്യം നീ ഇത് പഠിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക് എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഞാൻ ഇത് പഠിക്കാൻ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയായിരിക്കും ഞാൻ എന്നും തോന്നുന്നു. ഇതിൽ ഒരുപാട് ഗഹനമായ വിഷയങ്ങളൊന്നുമില്ല. ജ്യോതിഷത്തിൽ പറഞ്ഞ പോലെയോ വാസ്തുവിൽ പറഞ്ഞ പോലെയുള്ള കണക്കോ മറ്റു കാര്യങ്ങളോ ഇതിനകത്തില്ല. അതൊക്കെ ആദ്യകാര്യം പ്രാമാണികമായിട്ടുള്ള എന്താ പറയാ, കണിഷ്ഠതയുള്ള, വളരെ കൃത്യതയുള്ള ശാസ്ത്രങ്ങളാണ് അതൊക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ അറിഞ്ഞു പോകേണ്ട ഒരു കാര്യം, ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ലാൽ സാറിന്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനത്തില് ഇന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത് കയ്യിലുണ്ടാകുന്ന രേഖകൾ, അടയാളങ്ങളും ചിഹ്നങ്ങളും അത് ഭൗതികമായി സംഭവിക്കുന്നതാണെന്നും കൈ മടക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണെന്നൊക്കെയാണ് പറയാം. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രമാണങ്ങൾ ഉണ്ടാക്കുമ്പോൾ
ഒപ്പിടാൻ അറിയാത്ത ആൾക്കാർ അവരുടെ കൈവിരലാണ് പതിക്കാറുള്ളത്. ഇന്നും ആധാറിലടക്കം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈയുടെ വിരലിന്റെ അടയാളമാണ്, തമ്പ് ഇംപ്രഷനാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ കയ്യിലുണ്ടായിരിക്കുന്ന തമ്പിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടായിരിക്കുന്ന അടയാളങ്ങൾ അത് സയന്റിഫിക് ആണെങ്കിൽ അതേ കയ്യിലുണ്ടായിരിക്കുന്ന രേഖകളും അടയാളങ്ങളും ചിഹ്നങ്ങളും അത് സയന്റിഫിക് അല്ലാതാകുന്നത് എങ്ങനെയാണ്? സോ അതൊരു തെറ്റായ ധാരണയാണ്. കയ്യിലുണ്ടായിരിക്കുന്ന മടക്കുകളും ചുളിവുകളും ഫോറൻസിക്കനായിരുന്നാലും ശരി, ഫിംഗർ പ്രിന്റുകാരായിരുന്നാലും ശരി, അവരൊരു ശാസ്ത്രീയ രേഖയായി എടുക്കുമ്പോൾ, ഹസ്തരേഖ ശാസ്ത്രം പഠിക്കുന്ന ഒരു കുട്ടി കയ്യിലുണ്ടായിരിക്കുന്ന രേഖയും മടക്കുകളും ചുളിവുകളും ചിഹ്നങ്ങളും ഒക്കെ അന്ധവിശ്വാസമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതങ്ങോട്ട് അങ്ങനെ ചുരുക്കേണ്ട കാര്യമൊന്നുമില്ല. ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ആദ്യത്തെ 7 ആഴ്ചകൾക്കുള്ളിലാണ് നമ്മളെ എക്ടോഡേം, ഏറ്റവും പുറത്തെ തൊലി രൂപപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ തുടങ്ങുന്നതാണ് നമ്മളെ കയ്യിൽ പിന്നീട് വരുന്ന രേഖകളും അടയാളങ്ങളും എല്ലാം. ഈ ശാസ്ത്രം പഠിച്ചാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു പാമിസ്റ്റ് ആകണം എന്നൊരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഈ ശാസ്ത്രം പഠിച്ചാൽ ഒരു വലിയ നേട്ടമുണ്ട്. നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാൾ, അല്ല ഒരു യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരാൾ, നിങ്ങൾ പരിചയപ്പെടുന്ന ഒരാൾ, അയാൾ ആരെന്നറിയാൻ നമ്മൾ വേറൊന്നും തിരക്കി പോവേണ്ടതായിട്ടില്ല. അയാളെ കുറിച്ച് മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല. അയാളുടെ കൈ ഒന്ന് കാണാൻ, അശ്രദ്ധമായി അയാൾ കൈ വെക്കുമ്പോൾ അയാളുടെ കയ്യിലെ രേഖകളും മണ്ഡലങ്ങളും അറ്റ് എ ഗ്ലാൻസ് ഒരു പ്രാവശ്യം ഒന്ന് നോക്കാൻ കിട്ടിയാൽ നമ്മൾ അടുത്തിരിക്കുന്നവൻ പിടിച്ചുപറിക്കാരനാണോ, കൊലപാതകയാണോ, കള്ളനാണോ, ആര് എന്ന് ഇനി പറഞ്ഞു തരാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. ഏറ്റവും വലിയ നേട്ടം അതാണ്. നമ്മൾ കാണുന്ന ഓരോ ആളിനെയും അയാൾ ആര് എന്ന് വിലയിരുത്താൻ നമുക്കൊന്നും വേണ്ട. മറ്റൊരു അടയാളങ്ങൾ നമുക്ക് ആവശ്യമില്ല. അയാളുടെ കൈ അബദ്ധത്തിൽ കൈ നിവർക്കുമ്പോൾ ഒന്ന് കാണാൻ ഒരു അവസരം കിട്ടിയാൽ മാത്രം മതിയാകും. ഇത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികളുടെ അടുത്തും നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. നമ്മളെ കുട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടിയാണോ അല്ലാത്തതാണോ, അത് നിർബന്ധ ബുദ്ധിക്കാരനാണോ, അക്കാഡമിക്സ് കൊണ്ട് അവന് വിജയം നേടാൻ കഴിയുമോ, അത് പ്രാക്ടിക്കൽ ലൈഫാണോ അവന് നന്നായിരിക്കുന്നത്, എന്താണ് അവനെ പറ്റിയത്, എന്ത്, ഈ കുട്ടിയെ ഏത് മേഖലയിലേക്ക് പറഞ്ഞയക്കണം, ഉറപ്പായിട്ട് നമുക്ക് ഒരാളുടെ കൈ കണ്ടാൽ പറയാൻ പറ്റും. ഇത് ഭാഗ്യം പറയൽ മാത്രമല്ല. ഈ ശാസ്ത്രത്തിലുണ്ടായ ഒരു അധപ്പതനം എന്ന് പറയുന്നത് ഇത് ഭാഗ്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചേക്കുന്നത്. ഇത് വെറും ഭാഗ്യം പറയാൻ വേണ്ടിയുള്ളതല്ല. അതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയെ മനസ്സിലാക്കാനും അതിനേക്കാൾ ഉപരി ഫ്യൂച്ചറിൽ അവന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ആ രോഗങ്ങൾ വരാനുള്ള സാധ്യത അവനിലുണ്ടോ എന്ന് അവന്റെ കൈ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ഈ ക്ലാസ് ഇരിക്കുന്നതിൽ ഒരു 10% ആൾക്കാരെങ്കിലും ഡയബറ്റിക് ആയിരിക്കും. 10% ഉറപ്പായിട്ട് ഡയബറ്റിക് ആയിരിക്കും. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്ത് ഇവിടെ ഇതിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ തടവി വരിക. ഈ ഭാഗത്തിന് അല്പം ഹൈറ്റ്, പൊക്കം, ലേശം പൊക്കം, ഇതിങ്ങനെ കൈ തടവി വരുമ്പോൾ ആ ഭാഗത്തൊരു ചെറിയ ഹൈറ്റ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് വിശ്വസിക്കുക ഡയബറ്റിക് അവർക്കുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 10% ആൾക്കാരുടെ കയ്യിലെങ്കിലും ഒരു ഡയബറ്റിക്കാരാണ്. ആ ഡയബറ്റിക് ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഈ ചൂണ്ടുവിരലിന് നേരെ താഴെ കാണുന്ന ഈ ഭാഗം, ഇത് നമ്മള് പറയുന്നത് വ്യാഴൻ എന്നാ പറയാ. വ്യാഴൻ ഇവിടെ ഇത്
ഇത് വല്ലാതെ സൊല്ലിംഗ് ആണെങ്കിൽ, വേർതിരിക്കുന്നതാണെങ്കിൽ, നന്നായി തുടുത്തിരിക്കുന്നതാണെങ്കിൽ അവരുടെ നോസ്, ത്രോട്ട്, ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം തകരാറിലാണ്. അവർക്ക് അലർജിക് ആസ്മയോ, തണുപ്പ് ഏറ്റാൽ, മഴക്കാലം വന്നാൽ അല്ലെങ്കിൽ നല്ല കോൾഡ് ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ വിട്ടുമാറാത്ത ചുമയും തുമ്മലും കണ്ഠരോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിൽ ആ മണ്ഡലം തുടുത്തിരിക്കും, നല്ല പ്രൊജക്റ്റഡ് ആയിരിക്കും. ഒരുപാട് പ്ലസ് ഉണ്ട് കേട്ടോ. ആ മണ്ഡലം അങ്ങനെ ഇരുന്നാൽ ഒരുപാട് പ്ലസ് ഉണ്ട്. ഇത് പറഞ്ഞ ഒരു നെഗറ്റീവ് ആണ് പറഞ്ഞത്. ഞാൻ അസുഖത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് കാർഡിയാക് പ്രോബ്ലം വരുമോ, യൂട്രസ് പ്രോബ്ലം വരുമോ, നമുക്ക് വാതരോഗം വരുമോ, പാരാലിസിസ് വരുമോ, ഇങ്ങനെ തുടങ്ങി വരുന്ന ഈ രോഗങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് കൂടെ തിരിച്ചറിയാൻ നമുക്ക് ഈ ശാസ്ത്രം സഹായിക്കും. നമ്മുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ആലോചിക്കുകയായിരിക്കും, ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് പ്രശ്നം വരുമെങ്കിൽ അതിനിപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇത് ടെൻഷൻ ഉണ്ടാക്കുന്നതല്ല, വരാനുള്ളൊരു സാധ്യതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വരും എന്നല്ല പറയുക, വരാനുള്ളൊരു സാധ്യത. അപ്പൊ സാധ്യതയാണ് ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സാധ്യത ഇല്ലാതാക്കാം. പ്രധാന കാർഡിയാക് പ്രോബ്ലം ഒരാളിന് വരാൻ സാധ്യതയുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ കാർഡിയാക് വരുന്നതിന് പ്രധാനമായിട്ടും കാരണമായിട്ട് വരുന്നത് അയാളുടെ കൊളസ്ട്രോൾ ലെവലിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. BP വരുന്ന മാറ്റമൊക്കെ ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് കൊളസ്ട്രോൾ ലെവലിൽ വരുന്ന മാറ്റമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അത് കൺട്രോൾ ചെയ്യാം. നമുക്ക് യോഗയും എക്സസൈസും ഫുഡ് ഹാബിറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളും, നമ്മുടെ ഭക്ഷണശീലം, ആ ഭക്ഷണശീലത്തിനൊരു മാറ്റം വരുത്തുകയും യോഗ പ്രാക്ടീസ് ചെയ്യുകയും ചില പ്രത്യേക വ്യായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ഒരു 50 വയസ്സിലോ 60 വയസ്സിലോ വരാൻ സാധ്യതയുള്ള ഒരു കാർഡിയാക് പ്രോബ്ലം ഒരു 80-85 വയസ്സിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനും, ഒരു 50 ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റിയിൽ വരാൻ സാധ്യതയുള്ള രോഗത്തിന്റെ ഇന്റൻസിറ്റി ഒരു 15-20% കുറയ്ക്കുവാനും നമുക്ക് കഴിയും. ഒരു 40% അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ഒരു അറ്റാക്ക് ഒരു 15 ഡിഗ്രിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ, ഒരു ഇന്റൻസിറ്റി ആൻഡ് ഗ്രാവിറ്റി കുറയ്ക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതിലൊരു പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലില് കൈരേഖയും കാർഡിയോളജിയും ആയിട്ടുള്ളൊരു ബന്ധം, ഒരു പഠനം നടത്തിയ ഒരു പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സബ്മിറ്റ് ചെയ്യും. ആ പ്രോജക്റ്റ് അവർ ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ആ പ്രോജക്റ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷെ സാങ്കേതികമായ ചില തടസ്സങ്ങൾ. സാങ്കേതികമായ തടസ്സം എന്ന് പറയുമ്പോൾ, ഇത് ചെയ്യുന്നെങ്കിൽ താങ്കൾ ഒരു ഡോക്ടറാണോ എന്നാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥന്മാർ എന്നോട് അവസാനം ചോദിച്ചത്. ആർ യു എ ഡോക്ടർ? ഞാൻ നോ എന്ന് പറഞ്ഞപ്പോൾ ദെൻ ഹൗ ക്യാൻ യു എന്നാണ് അടുത്ത ചോദ്യം വന്നത്. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കണം, അയാൾക്ക് മാത്രമേ രോഗത്തെ കുറിച്ച് പറയാനുള്ള അവകാശമുള്ളൂ എന്ന് അവർ പറയുന്നു. അവരെ കുറ്റം പറയുകയല്ല, ദാറ്റ്സ് എ റൂൾ. അതുകൊണ്ട് മാത്രം ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റാതെ പോയ ഒന്നാണ്. അവിടെ ഞാൻ 90 രോഗികൾ, 90 കറക്റ്റ് പറഞ്ഞ 100 രോഗികളിൽ എനിക്ക് കിട്ടിയ ഒരു പഠന റിപ്പോർട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ സർട്ടിഫൈ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ 93-ലധികം രോഗികളിലും ആ രോഗം വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ അവസരത്തിന് വരാനും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാനും കഴിഞ്ഞ നിങ്ങളെല്ലാവരെയും വിജയദശമി ദിനത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ ലാൽ സാർ കാണിക്കുന്ന ഒരു താല്പര്യത്തെയും കൂടെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് സമയേറെ വൈകി, തൽക്കാലം ഞാൻ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. അടുത്തതായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ശംഖുജ്യോതിഷം, പെൻഡില ശാസ്ത്രം, അതുപോലെ തന്നെ അടിസ്ഥാന ജ്യോതിഷം ഇവയൊക്കെ പഠിപ്പിക്കുന്ന പ്രസന്നകുമാർ സാറാണ്. സാർ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. സമയം ഏകദേശം ആയി.
എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. അപ്പോൾ നമ്മളെ ഈ ജ്യോതിഷത്തെ പറ്റി മോഹൻ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ വെളിച്ചത്തിലേക്കുള്ള, അതായത് വെളിച്ചം, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. അപ്പോ ഹോരാശാസ്ത്രത്തിൽ പറയുന്നത് തന്നെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ കണ്ണുകൾ എന്നാണ്. ഇപ്പോൾ ഒരു മനുഷ്യന് കണ്ണുകൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെ അറിയുന്നതിന് നമുക്ക് ജ്യോതിഷം ഉപകാരം ചെയ്യും എന്നാണ്. അപ്പോൾ ജ്യോതിഷത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല. കാര്യം നിങ്ങൾ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ഇന്ന് വിവിധ ഈ കോഴ്സുകളിലേക്ക് പഠിക്കാൻ വന്നവർ അവരുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഒരു ഗൂഢശാസ്ത്രം ഒരാൾ പഠിക്കുന്നുവെങ്കിൽ അയാളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ഒരു വഴിത്തിരിവാണ്. മുൻപ് ഇവിടെ പഠിച്ചിട്ടുള്ളവർ കാണും, അല്ലെങ്കിൽ ആദ്യമായിട്ട് വന്നവർ കാണും, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയവർ കാണും. ഏത് തരത്തിലുള്ള ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ആദ്യത്തെ പഠിതാവിനോടൊപ്പമായിരിക്കും നമ്മളെല്ലാവരും. കാര്യം ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഈ അടിസ്ഥാന ജ്യോതിഷത്തിന് ഒരു 16 അല്ലെങ്കിൽ ഒരു 18 ചാപ്റ്റർ ഉണ്ടാവും. അത് 1 by 1 ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും. ആ പഠിച്ചതിന് ശേഷമായിരിക്കും മോഹന സാറിന്റെ ഈ അദ്ദേഹം പറഞ്ഞ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അതിലേക്ക് കൂടുതൽ പഠിക്കണമെന്ന് തോന്നണമെങ്കിൽ ഈ ബേസിക്കിന്റെ കാര്യം പഠിച്ചേ പറ്റും. അതേപോലെ തന്നെ ഈ ഭാരതത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യേകിച്ചും കേരളത്തിന്റെ ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലുള്ള ഒരു, അതായത് ട്രൈബൽസിന്റെ ഇടയിലുള്ള ഒരു ജ്യോതിഷ ശാസ്ത്രമാണ് ശംഖ് ജ്യോതിഷം. ശംഖ് ജ്യോതിഷം എന്ന് പറയുമ്പോൾ അത് ചുരുങ്ങിയ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് പഠിക്കാനും പറ്റും. മാത്രമല്ല ഈ ശംഖ് ജ്യോതിഷം ഉപയോഗിച്ച് നമുക്ക് അതായത് പാരമ്പര്യത്തിൽ കിട്ടാത്ത ചില കാര്യങ്ങൾ കൂടി അതിൽ കിട്ടും. അപ്പോൾ പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ശംഖ് ജ്യോതിഷവും കൂടി ചേർത്ത് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ നല്ലൊരു ഫലം അവർക്ക് പറയാൻ കഴിയും. അപ്പോ അതിൽ ഈ നമ്മുടെ ജ്യോതിഷത്തിന്റെ ഈ വർഷങ്ങളോളമുള്ള പഠനം അവിടെ കുറയുന്നു. നമുക്ക് 4-5 ക്ലാസ്സുകൾ കൊണ്ട് അതിന്റെ പഠനം നടത്തിയാൽ അതുകൊണ്ട് നമുക്ക് ഫലം പറഞ്ഞ് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ശംഖ് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈശ്വരാധീനം കൊണ്ട് നമ്മൾ പറയുന്നതാണ്. അതായത് ഉപാസനാമൂർത്തിയുടെ പിൻബലത്തിൽ, അല്ലെങ്കിൽ പരദേവത കുലദേവത എന്ന് പറയുന്ന സമ്പ്രദായത്തിന്റെ പിൻബലത്തിൽ നമ്മൾ ഫലങ്ങൾ പറയുന്നതാണ്. അത് പല വിധത്തിലുള്ള വിധാനങ്ങളുണ്ട് ശംഖ് ജ്യോതിഷത്തിൽ. അത് ശംഖിന്റെ തല കൊണ്ട് ഗുണഫലങ്ങളെയും വാൽഭാഗം കൊണ്ട് ദോഷഫലങ്ങളെയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ 3 പ്രാവശ്യം ശംഖ് കറക്കിയെടുത്തതിന് ശേഷം കിട്ടുന്ന രാശികൾ, ഈ 12 രാശികളിൽ 6 രാശി സത്യരാശികളും 6 രാശികൾ നീചരാശികളുമാണ്. അപ്പോൾ സത്യരാശികൾ 3 സത്യരാശികൾ വന്നാൽ നല്ല ഫലങ്ങളും, അല്ല 1 സത്യരാശിയും ബാക്കി 2 നീചരാശിയാണെങ്കിൽ ഗുണഫലങ്ങൾ കുറഞ്ഞും ദോഷഫലങ്ങൾ കൂട്ടിയും ഒക്കെ പറയണം. അതിന്റെ വിധാനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ചില അത്യാവശ്യ കാര്യത്തിന് ഒറ്റ രാശി ഫലം. അപ്പൊ അത്യാവശ്യത്തിന് ഒരാൾ വിളിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ വിളിക്കുമ്പോൾ നമുക്ക് ശംഖിനെ 1 പ്രാവശ്യം കറക്കിയിട്ട് കിട്ടുന്ന രാശി വെച്ചിട്ട് ഫലം പറയാം. അതിനെ ഒറ്റ രാശി ഫലം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നമുക്ക് പാരമ്പര്യ ജ്യോതിഷത്തിലേക്ക് കൂടി കണക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് പെൻഡുല ജ്യോതിഷം. പെൻഡുല ജ്യോതിഷം എന്ന് പറയുമ്പോൾ അത് കുറച്ച് വ്യാപ്തിയുള്ളതാണ്. അതായത് നമ്മളുടെ മഹാപാലായനം നടന്ന സമയം, അതായത് യഹോവ മരുഭൂമിയിൽ കൂടിയ പഴയ നിയമപുസ്തകം, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ പുറംചട്ടയിൽ നിങ്ങൾ കണ്ടിരിക്കും ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കയ്യിൽ ഒരു വടിയുമായിട്ട് പോകുന്നതിന്റെ ഒരു ചിത്രം കാണും. അതെന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിൽ ജലസാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കറയുള്ള വൃക്ഷത്തിന്റെ ശിഖരമാണ്. ഇന്ന് നമ്മൾ അതിനെ വാണ്ടെന്നൊക്കെ പറയും. അത് പല ഷേപ്പിലായിരിക്കും. പണ്ട് നമ്മളെ ഭാരതത്തിലെ മഹർഷിമാർ ഉപയോഗിച്ചിരുന്ന യോഗദണ്ഡം എന്ന് പറഞ്ഞാൽ അത് വൈ ഷേപ്പിലാണ്. എന്നാൽ
ഭാരതം വിട്ടിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ പല വിധത്തിലുള്ള നമ്മളെ ഈ കാലം കൊടയുടെ പിടി പോലെയോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഇത് അതിനെ ഈ പെൻഡുലം ഉപയോഗിച്ച് ഈ ജലസാന്നിധ്യം അല്ലെങ്കിൽ ലോഹങ്ങളുടെ സാന്നിധ്യം എല്ലാം കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയെ പറയുന്നത് ഡൗസി എന്നാണ്. ഡൗസി, പെൻഡുല ഡൗസി. അത് ഈ പെൻഡുലത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഈ 1550 ഒരു പുറത്തിറങ്ങിയ അല്ലെങ്കിൽ 1550 രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്, ഡി റീ മെറ്റാലിക്ക എന്നാണ് അതിന്റെ പേര്. ഡി റീ മെറ്റാലിക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് ഈ കേവ് ഗുഹകൾ, അതായത് കേവ് ചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങളിൽ 1550 കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകത്തിൽ പറയുന്നു, ഈ ഗുഹാചിത്രങ്ങളിൽ ഇതേപോലെ ഈ ഡൗസിങ് ചെയ്യുന്ന ആളിന്റെ രൂപമുണ്ടെന്നാണ്. അപ്പൊ ഈ ജ്യോതിഷത്തിനെ പോലെ തന്നെ ഈ പെൻഡുല ശാസ്ത്രത്തിനും ഒരു പാരമ്പര്യമുണ്ട്, ദീർഘമായ പാരമ്പര്യമുണ്ട്. അപ്പൊ ജ്യോതിഷം പറയുമ്പോൾ ത്രേതായുഗത്തിലാണ് ആര് ജീവിച്ചിരുന്നത്? ശ്രീരാമൻ ജീവിച്ചിരുന്നത്. അപ്പൊ രാമായണത്തിൽ പറയുന്നു പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിലായതിന്റെ അന്നാണ് അച്യുതൻ അയോധ്യയിൽ ജനിച്ചതെന്നാണ്. അപ്പോൾ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജീവിച്ചിരുന്ന സമയത്തും ഈ ഗ്രഹങ്ങളെ പറ്റിയും 5 ഗ്രഹങ്ങളെ പറ്റിയും അവ ഉച്ചസ്ഥിതിയാണെന്നും, അല്ലെങ്കിൽ ഉച്ചസ്ഥിതി എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന്റെ ബലത്തെയാണ് പറയുന്നത്. അങ്ങനെയാണ് അച്യുതൻ അയോധ്യയിൽ ജനിച്ചതെന്നും, അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ ശ്രീകൃഷ്ണന്റെ കാലം വന്നപ്പോൾ അന്നാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. ഈ മഹാഭാരത യുദ്ധത്തിന്റെ മുഹൂർത്തം രചിച്ചത് അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരായ നകുല സഹദേവന്മാരിൽ സഹദേവനാണെന്ന് പറയും. അപ്പോൾ ഈ ജ്യോതിഷത്തിന്റെ പഠനം അല്ലെങ്കിൽ ആ കാലഘട്ടം യുഗങ്ങളിൽ പറയുമ്പോൾ അത്രയ്ക്ക് പാരമ്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ക്രിസ്തുവിന് മുമ്പ് 1550 രചിക്കപ്പെട്ട ഡി റീ മെറ്റാലിക്ക എന്ന് പറയുന്ന പുസ്തകത്തിലും ഈ പെൻഡുല ശാസ്ത്രത്തെ പറ്റി അല്ലെങ്കിൽ പെൻഡുല ഡൗസിങ്ങിനെ പറ്റിയുള്ള വിവരണങ്ങളുണ്ടെന്നാണ്. അപ്പോ നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് 2ാം ലോക മഹായുദ്ധകാലത്തായിരുന്നു. ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ പൊട്ടാത്ത ഷെല്ലുകളെയും അല്ലെങ്കിൽ മൈനുകളെയെല്ലാം കണ്ടുപിടിക്കുന്നതിനും ഈ അന്തർവാഹിനികളുടെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെ അന്ന് ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും അതേപോലെ അമേരിക്കയുടെയൊക്കെ ഈ യുദ്ധ വിദഗ്ധന്മാർ ഇത് ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പെൻഡുല ശാസ്ത്രത്തിന്. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വാസ്തുശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷനോ, അതായത് ശംഖുജ്യോതിഷമാവട്ടെ അല്ലെങ്കിൽ പാരമ്പര്യ ജ്യോതിഷമാകട്ടെ, അവർക്ക് എത്ര മിടുക്കനായിരുന്നാലും പുറമേയുള്ള അല്ലെങ്കിൽ പുറംചാർന്ന കാര്യങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ആ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ എന്താണ്, ആ ഭൂമിക്കടിയിലുള്ള വസ്തുക്കൾ എന്താണ്, അവർക്ക് അനുഭവിക്കുന്ന ശല്യാസ് എന്ന് പറയും. നമ്മൾ പെൻഡുല ശാസ്ത്രത്തിൽ പറയും ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഊർജം നമുക്ക് പ്രതികൂലമാണെങ്കിൽ അതിനെ ശല്യാസ് എന്ന് പറയും. അതായത് ശല്യം ചെയ്യുന്ന എനർജിയാണ്. അപ്പൊ ആ എനർജികളിൽ അവർക്കുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നോ അത് ഏത് തരത്തിൽപ്പെട്ട ഊർജമാണ്, അത് എന്തുകൊണ്ടാണ്, അത് മനുഷ്യന്റെ അസ്ഥിയാണോ മൃഗങ്ങളുടെ അസ്ഥിയാണോ കുപ്പിച്ചില്ലാണോ അല്ലെങ്കിൽ ആഭിചാരം ചെയ്ത് സ്ഥാപിച്ചതാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു പഠന രീതിയാണെങ്കിൽ പാരമ്പര്യ ജ്യോതിഷവും ശംഖുജ്യോതിഷവും ഈ പെൻഡുല ശാസ്ത്രവും കൂടി നമ്മൾ ചേർത്ത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം, ആധുനിക കാലം വളരുന്ന അനുസരിച്ച് ജ്യോതിഷനും വളരണം. നമ്മൾ ഒരു വിഷയം മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അപ്പോൾ പിന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതാണ് ഈ ടാരറ്റ് കാർഡ് റീഡിങ്. അത് താമസിക്കുന്ന നമ്മളെ സ്ഥാപനത്തിൽ അതിന്റെ പഠനവും നമ്മൾ ആരംഭിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ നമ്മളെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ഇതെല്ലാത്തിനുള്ള അവസരങ്ങളുണ്ട്. അംഗീകാരമുള്ള സ്ഥാപനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് 92 രാജ്യങ്ങളിലേക്ക് അറ്റസ്റ്റേഷൻ കിട്ടുന്ന സംവിധാനം വരെ നമ്മളെ ഈ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ ക്ലാസ്സുകളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ലൈവ് ക്ലാസ്സുകളാണ്, ഒന്നും റെക്കോർഡഡ് ക്ലാസ് അല്ല, എല്ലാം ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. ആ സമയത്ത് ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുക.
പിന്നെ അടിസ്ഥാന ജ്യോതിഷത്തിനെ കുറിച്ച് അതിൻ്റെ നോട്ട്സുകൾ നമ്മൾ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ PDF നോട്ട്സ് അയച്ചു തരും. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെക്കുകയോ എഴുതിയെടുത്ത് വെക്കുകയോ ചെയ്യാം. പിന്നെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ സാറ് പറഞ്ഞിരുന്നു. ഇതിലങ്ങനെ ഉണ്ട്. പിന്നെ പെൻഡിലെ ജ്യോതിഷമാണെങ്കിൽ 5 ക്ലാസ്സുകളാണുള്ളത്. 4 ഓൺലൈൻ ക്ലാസ്സും ഒരു ഓഫ്ലൈൻ ക്ലാസ്സുമാണ്. ആ ഓഫ്ലൈൻ ക്ലാസ് തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ് നടത്തുന്നത്. ശംഖു ജ്യോതിഷവും അതുപോലെ തന്നെ 4 ഓൺലൈൻ ക്ലാസ്സും ഒരു ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അതിന് നിങ്ങൾക്ക് നേരിട്ട് ഒരു ദിവസം വരേണ്ടി വരും. പിന്നെ ദേവപ്രശ്ന ക്ലാസ്സുകളും അതിനും ക്ലാസ്സിൻ്റെ അവസാനം ഒരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. അന്ന് ദേവപ്രശ്നം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നേരിട്ട് നിങ്ങളെ ചെയ്ത് പഠിപ്പിക്കും. പിന്നെ പൊരുത്തം, മുഹൂർത്തം, അങ്ങനെയുള്ള പ്രശ്നം ഈ ക്ലാസ്സുകളുടെ അതിൻ്റെ അവസാനം ഒരു നേരിട്ടുള്ള ക്ലാസ്സും കവടി പലക കൊടുക്കുക അങ്ങനെയുള്ള ചടങ്ങുകളും ഉണ്ടാവും. ഇന്നും അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അത് രാവിലെ ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമുക്ക് എല്ലാ കോഴ്സിൻ്റെ അവസാനം പരീക്ഷ ഉണ്ടാവും. പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥാപനം നൽകുന്ന സർട്ടിഫിക്കറ്റും കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് നാക്ടെക്കിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണം. അത് നിങ്ങൾ അതിന് പ്രത്യേകം ഫീസ് അടച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് അവിടുത്തെ നമ്മുടെ എക്സാം തന്നെ മതി, അവിടെ ഒരു അപ്രൂവലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ നമുക്ക് തരും. ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് കേരളത്തിന് വെളിയിലും പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എൻക്വയറി അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിക്കാം. അത് അറ്റസ്റ്റേഷൻ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ 120 രാജ്യങ്ങളിൽ വരെ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി വരെ അവിടെ സമ്പാദിക്കാൻ സാധിക്കും. അതിന് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട 1-2 പേരൊക്കെ വിദേശത്തൊക്കെ ജോലിക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് എൻക്വയറി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അതിനുശേഷം ക്ലാസ് നഷ്ടപ്പെട്ടാലേ റെക്കോർഡഡ് ക്ലാസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ക്ലാസ്സൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് തരും. പിന്നെ ചില ക്ലാസ്സുകൾ നമുക്ക് കുറച്ച് രഹസ്യ സ്വഭാവമുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതൊഴിച്ചുള്ള ക്ലാസ്സുകൾ കഴിവതും തരാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ കാലാവസ്ഥയും നെറ്റ്വർക്കും പ്രശ്നവും നമ്മളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ അത് കിട്ടാതിരിക്കത്തുള്ളൂ. എന്നാലും ഒരു 75% ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ മിക്കവാറും കൊടുത്തിട്ടുണ്ട്. ഈ പൊരുത്തം മുഹൂർത്തമൊക്കെ ഇതില് അടിസ്ഥാന ജ്യോതിഷത്തിൽ വരുന്നതല്ലേ? ഇല്ല, പൊരുത്തവും അത് സ്പെഷ്യലായിട്ട് ഇല്ല. അത് നമ്മൾ പൊരുത്തവും മുഹൂർത്തവും ഒക്കെ പ്രത്യേക ക്ലാസ്സാണ്. അടിസ്ഥാന ജ്യോതിഷം 7 മാസത്തെ കോഴ്സാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത മുന്നോട്ടുള്ള പിന്നെ പൊരുത്തവും മുഹൂർത്തവും ക്ലാസ്സുകളിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ അടിസ്ഥാന ജ്യോതിഷം പഠിച്ചതാണ്. തൃക്കാർത്തിക വിഷന്റെ മിനി കാർത്തി എന്ന് പറയുന്നത്. അതിൽ ഞങ്ങള് പൊരുത്തവും മുഹൂർത്തവും ഒക്കെ അതിൽ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങളിപ്പോ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ ദേവപ്രശ്നവും വെറ്റില പ്രശ്നമൊക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ നമ്മളിവിടെ അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അടിസ്ഥാന ജ്യോതിഷം പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞിട്ട് പൊരുത്തം മുഹൂർത്തം ക്ലാസ്സിൽ പിന്നെ അത് പഠിപ്പിക്കുക. അതിനുശേഷമാണ് ദേവപ്രശ്നം പഠിപ്പിക്കുന്നത്. പിന്നെ വേറെ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം, ഡയറക്റ്റ് ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വാസ്തുശാസ്ത്രം കോഴ്സ് എല്ലാ ക്ലാസ്സും റെക്കോർഡ് കിട്ടാറുണ്ട്. എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എത്ര പ്രശ്നം വേണമെങ്കിലും അത് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലേ ഇവിടെ? ഇവിടെ നമ്മൾ ലൈഫ് ടൈം ഒന്നും കൊടുക്കാറില്ല. കാര്യം പിന്നെ ചിലപ്പോൾ ക്ലാസ് ഒരാഴ്ചത്തേക്ക് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ കൊടുക്കും. പിന്നെ ചില ക്ലാസ്സുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ചില ക്ലാസ്സുകൾ ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കത്തില്ല. പിന്നീട് അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് മഴക്കാലം എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലഭിക്കത്തില്ല. അതുകൊണ്ട് 100% ഗ്യാരണ്ടി നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല. കഴിവതും തരാൻ പറ്റുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. ഏതെല്ലാം ദിവസങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക? ഇതിപ്പോ നമ്മള് എല്ലാം വ്യത്യസ്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. അതിനൊരു ടൈം ടേബിൾ ഉണ്ടാവും. നമ്മൾ എല്ലാ മാസവും ക്ലാസ് തുടങ്ങുന്ന 1-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ടൈം ടേബിൾ ഇടും. അടുത്ത മാസത്തെ ക്ലാസ്സുകൾ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും എന്നുള്ളത്. ആ ക്ലാസ്സിൽ അത് ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതനുസരിച്ച് മിക്കവാറും ഏതെങ്കിലും തിങ്കളാഴ്ച ഫിക്സ് ചെയ്താൽ ആ തിങ്കളാഴ്ചകൾ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും അവധികളൊക്കെ, ഓണം അങ്ങനെയുള്ള ഒരുപാട് അവധികളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ട സാഹചര്യം വരാറുള്ളൂ. ഈ ഹസ്തരേഖാശാസ്ത്രത്തിന്റെ വാസ്തുശാസ്ത്രത്തിന്റെ ഒക്കെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണ്? വാസ്തു ഡിപ്ലോമയുടേത് ഏകദേശം 8 മാസമാണ്. പിന്നെ ഹസ്തരേഖയുടേത് 5 മാസമാണ്. പിന്നെ എല്ലാത്തിനും എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് എക്സാം ഉണ്ടാവും.
എക്സാം എഴുതുന്നവർക്ക് മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ. എക്സാം ഓൺലൈൻ ആയിരിക്കില്ലേ? എക്സാം ഓൺലൈൻ എക്സാം ആണ്. നിങ്ങൾക്ക് ഒരു സമയവും ദിവസവും ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ആ പ്രത്യേക സമയത്ത് ഇപ്പോൾ സാധാരണ ഇവിടെ എക്സാം നടക്കുന്നത് രാത്രിയാണ്. 7 മണിക്കാണ് എക്സാമിന്റെ സമയം. 7 തൊട്ട് 10 വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. 6:30 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദ്യ പേപ്പർ അയച്ചു തരും. ആ ചോദ്യ പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കുകയോ പ്രിന്റ് എടുത്തിട്ട് അതിൻ്റെ ആൻസർ പേപ്പറിൽ എഴുതിയിട്ട് ആ ആൻസർ ഷീറ്റ് നമുക്ക് 10 മണിക്ക് നിങ്ങൾ പരീക്ഷയുടെ സമയം കഴിഞ്ഞ് 10:30-ക്കുള്ളിൽ നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഒരു പ്രത്യേക വാട്സപ്പ് നമ്പർ ഉണ്ടാവും, ആ നമ്പറിലോട്ട് അയച്ചു തരണം. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ഡേയിൽ തന്നെ ഇത് നിങ്ങൾ അയച്ചും തരണം. പോസ്റ്റലിൽ അയച്ചു തരണം എഴുതിയ പേപ്പർ. സാറ്, ഈ പെൻഡുലം, ഹസ്തരേഖ ശാസ്ത്രം ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന ജ്യോതിഷ കോഴ്സ് പഠിക്കുന്നത് നല്ലതാണോ? ഇല്ല, അതിന് ഈ പറഞ്ഞ 2 കോഴ്സും പഠിക്കുന്നതിന് അടിസ്ഥാന ജ്യോതിഷം പഠിക്കണമെന്നില്ല. പഠിച്ചാൽ നല്ലത് തന്നെയാണ്. കാരണം പെൻഡുലത്തിൽ അധികം ജ്യോതിഷത്തിലോട്ട് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ശംഖുജ്യോതിഷത്തിലാണേലും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അത് രാശികളെ വെച്ചുള്ള ഫലങ്ങൾ പറയുന്നതാണ്. അത് നിങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ്. നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാത്ത ആൾക്കാർക്കും ഈ 2 കോഴ്സുകൾക്കും ജോയിൻ ചെയ്യാൻ ഡയറക്റ്റ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. പറഞ്ഞു സാർ, ഞാൻ തൃശ്ശൂര് നന്ദകുമാർ സാറിന്റെ സ്ഥലത്ത് നിന്ന് ജ്യോതിഷഭൂഷണം ജ്യോതിഷാചാര്യം കഴിഞ്ഞതാണ്. പക്ഷെ കുറച്ച് 4 വർഷമായി വലിയ ടച്ച് ഇല്ല. നിങ്ങൾക്ക് ദേവപ്രശ്നം ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റുമോ? ജോയിൻ ചെയ്യാം. ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നിങ്ങളെ ബേസിക് അറിയാത്ത ഒരാള് ദേവപ്രശ്ന ക്ലാസ്സിലോ അല്ല മുഹൂർത്ത പൊരുത്ത ക്ലാസ്സുകളിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്വാഭാവികമായ സംശയങ്ങളുണ്ടാവും. അപ്പൊ ആ സംശയങ്ങൾ നമുക്ക് വെച്ചാൽ അടിസ്ഥാന ജ്യോതിഷത്തിലെ സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് അവിടെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർ മാത്രം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ ഈ 2 കോഴ്സുകളും കോവിഡ് കാലത്ത് കഴിഞ്ഞതാണ്. അല്ല, അത് കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ എല്ലാ കോഴ്സിന്റെയും ഫീസൊന്നും ആരോടും ആദ്യം വാങ്ങുന്നില്ല. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും പെൻഡുല ജ്യോതിഷമൊക്കെ ഒരു ക്ലാസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റ് അടിസ്ഥാന ജ്യോതിഷത്തിന്റെ 2-3 ക്ലാസ് നിങ്ങൾ പങ്കെടുത്തതിന് ശേഷം ഫീസ് അടച്ചാൽ മതി. അതുപോലെ തന്നെ പൊരുത്തം മുഹൂർത്തമാണേലും ദേവപ്രശ്നമാണേലും 2-3 ക്ലാസ് നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഫീസ് അടച്ച് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം, പറയൂ. ഹലോ, പറയൂ. നമ്മളെ ഓൺലൈൻ ക്ലാസ് അല്ലാതെ ഓഫ്ലൈൻ ക്ലാസ് അവിടെ വന്ന് പഠിക്കാൻ പറ്റും? ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ നടത്തിയിരുന്നു. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും ഓൺലൈനിലാണ് താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പം ഓഫ്ലൈൻ ക്ലാസ് അധികം വെക്കാറില്ല. എന്നാലും വെക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കാം. കാര്യം ഇപ്പൊ ഓൺലൈനിലാണെങ്കിൽ എല്ലാവർക്കും സൗകര്യപ്രദമായ സമയത്താണ് നമ്മൾ ക്ലാസ് വെച്ചിരിക്കുന്നത്. 8 മണിക്കും 8:30-ക്കൊക്കെയാണ് ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നത്. അത് ആഴ്ച ഒരു ദിവസം നമുക്ക് ഇപ്പം നല്ല നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസിന്റെ അവസാനം ചോദിക്കാം. പിന്നെ അതുകൂടാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ആ സംശയങ്ങൾക്ക് മറുപടി കിട്ടും. അപ്പം അതുകൊണ്ട് ഓൺലൈൻ ആണെങ്കിൽ പോലും നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് പഠിക്കാനൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു അതിലൂടെ താല്പര്യം. പിന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ തിരുവനന്തപുരത്തുകാർ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് നമുക്ക് നിങ്ങളുടെ ഇപ്പോൾ എടുത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ തുടങ്ങുകയാണെങ്കിൽ അറിയിക്കാം. സാറേ, ഒരു സംശയം. ഞാൻ ഈ വാസ്തു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അറിയിക്കണോ സാറേ ഗ്രൂപ്പിൽ? ഹലോ സാറേ, കേൾക്കാമോ? ഞാൻ വാസ്തുശാസ്ത്രം അത് പഠിക്കാൻ വേണ്ടി ചേർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രശ്നവും മുഹൂർത്തോടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് ക്ലാസ് ഒരേ ദിവസം ആയിരിക്കുമോ സാറേ? ഇല്ല, അത് അങ്ങനെ വരാത്ത രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ചോദിച്ചിട്ട് ആരെങ്കിലും ഒക്കെ അതുപോലെ 2 ക്ലാസ്സുകളിലൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ആയിരിക്കും ഡേറ്റ് ഒക്കെ എടുക്കുന്നത്. ഓ, ശരി സാർ. സാർ, എക്സാമിന്റെ ലാംഗ്വേജ് എങ്ങനെ? മലയാളം മാത്രമായിരിക്കും? ഇംഗ്ലീഷിൽ നമുക്ക് എഴുതാൻ പറ്റും? അങ്ങനെ ലാംഗ്വേജ് എല്ലാം മലയാളത്തിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. എക്സാമിന്റെ ചോദ്യ പേപ്പറും മലയാളത്തിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൻസർ വേണമെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതാം. നിങ്ങളെ ചോദ്യങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തിട്ട് ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യാം. ഒരു കാര്യം ചോദിച്ചോട്ടെ?
ഈ പ്രശ്നവും മുഹൂർത്തവും ദേവപ്രശ്നം കൂടെ ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുമല്ലോ. അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സാറ് ഇതിനകത്ത് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഫീസിന്റെ എന്തെങ്കിലും അതിനകത്ത് കമ്പൈൻഡ് കോഴ്സ് ചെയ്യുമ്പം എല്ലാ ഫീസുകളും വളരെ കുറഞ്ഞ ഫീസുകളാണ് ഇട്ടിരിക്കുന്നത്. കാര്യം ഇത് 3-4 വർഷം മുമ്പുള്ള ഫീസാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ ബുദ്ധിമുട്ടുള്ളവര് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരാം. അപ്പൊ ഇനി മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സുകൾ എന്നൊക്കെയാണ് അതിന് പ്രത്യേകം ഗ്രൂപ്പുകളിലായിരിക്കും ഓരോ ക്ലാസ്സുകൾ നടത്തുന്നത്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ ഓരോ പിന്നെ ക്ലാസ്സുകൾക്കും പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും. അതിന്റെ എല്ലാ ലിങ്കുകൾ ആ ഗ്രൂപ്പിലിടും. ഇപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സിലാണ് ചേരേണ്ടത് നിങ്ങൾ സ്വയം ആ ഗ്രൂപ്പുകളിലേക്ക് ചേരുക. അതുകൊണ്ട് ആ ചേർന്ന ഗ്രൂപ്പിൽ പിന്നീട് അതിന്റെ ടൈം ടേബിളും ക്ലാസ് എന്നാണെന്നും എല്ലാം വിവരങ്ങൾ ആ ഗ്രൂപ്പുകളിലായിരിക്കും വരുന്നത്. അപ്പൊ മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.